ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജാണ് ഇന്നലെ ഞാൻ ഷെയർ ചെയ്തത്. നമുക്ക് പല ആൾക്കാർക്കും മനസ്സിലാവാത്ത അറിയാത്ത നമ്മൾ സ്ഥിരമായിട്ട് പ്രസന്റേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ, സ്ലൈഡിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളാണ് ഷെയർ ചെയ്തിരുന്നത്. ഇന്നലെ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർ അതിൻ്റെ റെക്കോർഡ് സെഷൻ ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് അതിൻ്റെ തന്നെ കുറച്ച് ഭാഗങ്ങൾ പറയാം, അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവുമായിരിക്കും. ഇന്നലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ ഇന്നലെ ഇവിടെ ഈ കാര്യങ്ങളായി ഡയറക്ടർ ബോണസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറക്ടർ ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ഇൻകമാണ്. 15% ഡയറക്ടർ ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു 16% നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇതിനകത്ത് ഒരുപാട് 16% ആൾക്കാരുണ്ടോ, 12% ആൾക്കാരുണ്ടോ, 8% കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടോ. ഓക്കെ, നമ്മൾ 16% ആകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന വോളിയത്തിന്റെ 16%വും നമ്മുടെ ടീമിൽ നടക്കുന്നതിന്റെ ബാലൻസ് വോളിയം ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ ആ 16%കാരനാണെങ്കിൽ ആ സമയത്ത് 2000 PV വരുവാണെങ്കിൽ ആ മാസത്തെ വോളിയം, അതാത് മാസത്തെ വോളിയം മിനിമം 2000 എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ടർ ബോണസ് സ്റ്റാർട്ട് ചെയ്യും. 15%. നിങ്ങൾ ആ ബോണസ് ലെവലിൽ നോക്കിയാൽ അവിടെ കാണും ഡയറക്ടർ ബോണസ് എന്ന് വെച്ച് കാണുന്നുണ്ട്. അത് നല്ല ഇൻകം ഉണ്ട്. ഡയറക്ടർ ബോണസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ ആവുന്ന സമയത്ത് 2000 PV ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ടർ ബോണസ് കിട്ടും. നിങ്ങളുടെ ടീമിൽ ഒരു വ്യക്തിയെ ഡയറക്ടറാക്കി മാറ്റുമ്പം ആ ഡയറക്ടർ ബോണസിന്റെ അളവ് കൂടുന്നുണ്ടാവും. രണ്ടാമതൊരു വ്യക്തിയെ ഡയറക്ടറാക്കി മാറ്റുമ്പം വീണ്ടും ഡയറക്ടർ ബോണസിന്റെ എണ്ണം കൂടുന്നുണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുക, നമ്മുടെ SP ഭരത് സാറിന്റെ അല്ലെങ്കിൽ ജ്യോതിഷ് കുമാർ സാറിന്റെ ഭരതേട്ടന്റെ താഴെ എത്ര വ്യക്തികൾ ബ്രോൺസ് ഡയറക്ടേഴ്സ് ആവുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഡയറക്ടർ ബോണസ് നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അത് എത്ര ലെയർ വരെ കിട്ടുമെന്ന് വെച്ചാൽ 9 ലെയർ വരെ നമുക്ക് കിട്ടത്തുള്ളൂ. 9 ലെയറിന് താഴെ വരുന്ന എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും ഡയറക്ടർ ബോണസ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഇതാണ് ഈ വലിയ വരുമാനത്തിലേക്ക് പോകുന്നത്. ആദ്യത്തെ ഒരു 5000 രൂപ വാങ്ങിക്കാൻ മാത്രമേ ഇതിൽ ബുദ്ധിമുട്ടുള്ളൂ. നമ്മൾക്ക് കിട്ടിയ 5000 വാങ്ങിക്കാൻ നമുക്കറിയാം, നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് നമ്മൾ 5000 രൂപ ഇതിൽ ഉണ്ടാക്കിയത്. അത് താഴെയുള്ള വ്യക്തിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്ന സമയത്ത് നമ്മുടെ ഡയറക്ടർ ബോണസ് കൂടും. ആ ഒരു ഒറ്റ ടീമിൽ തന്നെ രണ്ടോ മൂന്നോ വ്യക്തികളെ ഡയറക്ടറാക്കി മാറ്റുമ്പോൾ നമ്മുടെ LOB കൂടും, LOB വരാൻ തുടങ്ങും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട്? ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവും. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കുന്നുണ്ടോ? ഡയറക്ടർ ബോണസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ ആവുന്നു, 5500 PV 16% ആവുന്നു. അതാത് എല്ലാ മാസവും 2000 PV എങ്കിലും മിനിമം ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടർ ബോണസ് സ്റ്റാർട്ടായി. 2000 PVക്ക് മേലെ എത്രയോട്ട് കയറുന്നതനുസരിച്ച് നമ്മുടെ വോളിയം കൂടുന്നതനുസരിച്ച് വരുമാനം കൂടുന്നുണ്ടാവും. അത് നിങ്ങളുടെ ഈ മാസത്തെ വോളിയം 2600 ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടീം ബിൽഡിംഗ് ബോണസും കൂടെ അതിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ബോണസിൽ വരുമാനത്തിൻ്റെ അകത്ത് ആ സ്ലിപ്പിൽ കാണിക്കുന്നത് പെർഫോമൻസ് ബോണസ്, നിങ്ങൾ ചെയ്ത സെൽഫ് PVയുടെയും നിങ്ങൾ ആരെങ്കിലും പുതുതായി ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ വോളിയം അടക്കം അവിടെ പെർഫോമൻസ് ബോണസ് കിട്ടും, ഡയറക്ടർ ബോണസ് കിട്ടും, ഏറ്റവും അടിയിൽ ടീം ബിൽഡിംഗ് ബോണസ് എന്ന സാധനം. അങ്ങനെ 3 ഇൻകമായിട്ട് നിങ്ങൾക്ക് കളവ് ചെയ്യുന്നുണ്ടോ. ഫസ്റ്റ് ഇൻകം ഓൾറെഡി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ 35% ഡിസ്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇൻകം ആയിട്ട് ഒരു സേവിങ്സോ കൺസെപ്ഷൻ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ 4 വരുമാനം അവിടെ, 4 വരുമാനമായിട്ട് അവിടെ വരുന്നുണ്ടാവും. ടീം ബിൽഡിംഗ് ബോണസ്, ഡയറക്ടർ ബോണസ്, പെർഫോമൻസ് ബോണസ്, പിന്നെ സേവിങ്സോ കൺസെപ്ഷൻ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഈ ഡയറക്ടർ ബോണസിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ഒരാൾ നിങ്ങളങ്ങനെ, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി പറഞ്ഞിടാം. ഞാൻ ഈ ബ്രോൺസ് ഡയറക്ടറാണ്, ക്രൗൺ ഡയറക്ടറാണ്. എൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ ബ്രോൺസ് ഡയറക്ടർ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ മാസം ക്വാളിഫൈ ചെയ്യുന്ന വ്യക്തിയല്ല കേട്ടോ. എൻ്റെ ടീമിൽ സുരേഷ് സാർ ഡയറക്ടറാണ്, സ്റ്റാർ ഡയറക്ടറാണ്, അദ്ദേഹം ക്വാളിഫൈ ചെയ്യുന്നു. ഭീമ മേഡം സ്റ്റാർ ഡയറക്ടറാണ്, അവർ ക്വാളിഫൈ ചെയ്യുന്നു. സുഷിത മേഡം, ഷംന ടീച്ചർ, അതുപോലെ ഷാഹുൽ, റിയാസ്, ഷാഫി, മിനി ചേച്ചി, ഇങ്ങനെ ഒരുപാട് ആൾ അല്ലെങ്കിൽ ബ്രോൺസ് ഡയറക്ടേഴ്സാണ്. ആ ഡയറക്ടർ ബോണസ്
ഒരു 9 ലെയർ വരെ ഡയറക്ടർ ബോണസായി കിട്ടും. പക്ഷെ ആ ലെയറിൻ്റെ അകത്ത് ഈ കാണുന്ന ഇത് കണ്ടോ, ഈ സ്ലൈഡ് കണ്ടോ, 4%, 3%, 2%, 1%, 0.5%, 0.5%, 0.5%, ഇത്രയേ കിട്ടത്തുള്ളൂ. എമൗണ്ട് കുറയും, താഴോട്ട് നിന്ന് താഴോട്ട് വരുമ്പോൾ എമൗണ്ട് കുറയുന്നുണ്ടാവും. ഏറ്റവും മേലെ നിൽക്കുന്ന ആളുടെ അതിനകത്ത് 5% കിട്ടുന്നുണ്ടാവും. ആദ്യം നമ്മുടെ ലെയറിന് 6%, അതിന് താഴത്തെ ലെവലിന് 5%, അതിൻ്റെ താഴത്തെ ലെവലിന് 4%, അങ്ങനെ 3%, 2%, 1%, 0.5%, 0.5%, ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും. അതാണ് കമ്പനി അവിടെ സിസ്റ്റം, എഞ്ചിനീയറിംഗ് സിസ്റ്റമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ അത്രയും ലെയറിൽ പോയിട്ട് വർക്ക് ചെയ്യണം. ഇതാണ് നമ്മൾ VIP എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ VIP ഒന്നും ആരും അറ്റൻഡ് ചെയ്യത്തില്ല. അതിലാണ് ഈ കാര്യങ്ങളൊക്കെ സ്ട്രക്ചറൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും. ഞാൻ ഇന്നേ വരെ VIP അറ്റൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ദുബായിലായതുകൊണ്ട് പറ്റിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിലത് കിട്ടിയാലും ആരും പോകത്തില്ല, അതാ പ്രശ്നം. ഫ്രീ ആയിട്ട് കിട്ടിയാലും പോകത്തില്ല. VLC എന്ന് പറഞ്ഞ ട്രെയിനിങ് ഉണ്ട്, അതിനകത്ത് LOB കാൽക്കുലേഷനൊക്കെ നന്നായി പഠിപ്പിക്കും. അത് കുറച്ച് പൈസയുണ്ട്, പക്ഷെ അതും നല്ല ട്രെയിനിങ് ആണ്. ഈ ഡയറക്ടർ ബോണസ് കിട്ടുന്നത് നമ്മുടെ താഴെ എത്ര വ്യക്തികളെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നോ, റീക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നോ, അതൊക്കെ ഡയറക്ടർ ബോണസാണ്. റീക്വാളിഫൈ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം പ്രൊഫഷണൽ സെക്രട്ടറി ക്വാളിഫൈ ചെയ്ത വ്യക്തി ഈ മാസം ക്വാളിഫൈ ചെയ്യുമ്പോൾ ഡയറക്ടറായി, അതും റീക്വാളിഫിക്കേഷൻ കഴിഞ്ഞു, അതും ഡയറക്ടർ ബോണസായി വരും. ഓക്കെ. ഡയറക്ടർ അവരെ എണ്ണം കൂടിയാൽ മതി. എത്ര ഡയറക്ടേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുന്നു, ഡയറക്ടർ ബോണസ് കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയുടെ ലീഡർഷിപ്പ് ബോണസ് ആയിരിക്കും, LOB ആയിരിക്കും ഏറ്റവും കൂടുതൽ രൂപ. അതിന് തൊട്ട് താഴെ കിടക്കുന്നത് ഡയറക്ടർ ബോണസ് ആയിരിക്കും. പിന്നെ എലൈറ്റ് ക്ലബൊക്കെ ഉള്ളവർക്ക് അതിൽ നല്ല വരുമാനം ഉണ്ടാവും. പെർഫോമൻസ് ബോണസ് കുറവായിരിക്കും. ഏറ്റവും ടോപ്പ് ഇൻകം വാങ്ങിക്കുന്ന വ്യക്തികൾക്ക് പെർഫോമൻസ് ബോണസ് ആണെങ്കിൽ ചിലപ്പോൾ 258 രൂപ അല്ലെങ്കിൽ 566 രൂപ, ഇങ്ങനെ 1000 രൂപക്ക് താഴെ ഉണ്ടാവും പെർഫോമൻസ് ബോണസ്. കാരണം അവരെ 16 ലെഗും ഉണ്ടെങ്കിൽ 16 ലെഗും 16% ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ പെർഫോമൻസ് ബോണസ് വരത്തില്ല. അദ്ദേഹം പുതിയ ജോയിനിങ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം പെർഫോമൻസ് ബോണസ് കൊടുത്തുള്ളൂ. അല്ലെങ്കിൽ വലിയ വാട്ടർ പ്യൂരിഫയറൊക്കെ കുറേ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പെർഫോമൻസ് ബോണസ് കൊടുത്തുള്ളൂ. അപ്പോൾ വലിയ ഹൈ ഇൻകം വാങ്ങിക്കുന്ന ആൾക്കാർ പെർഫോമൻസ് ബോണസ് എപ്പോഴും കുറവായിരിക്കും. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കാട്ടോ. എല്ലാവർക്കും അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ടാവില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. ഈ ടീം ബിൽഡിംഗ് ബോണസ് എന്ന് പറയുന്നത്, നിങ്ങൾ ബ്രോൺസ് സെലക്ടർ ആണെങ്കിൽ 5500 PV കഴിഞ്ഞ് 2000 PVക്ക് മേലെ വരുമ്പോൾ 2600 ആകുമ്പോഴാണ് നിങ്ങളുടെ ഇൻകം ടീം ബിൽഡിംഗ് ബോണസ് കൂടി കിട്ടുന്നത്. ടീം ബിൽഡിംഗ് ബോണസ് 2600 മേലെ എത്ര പോണോ അത്രയും ടീം ബിൽഡിംഗ് ബോണസ് കൂടിക്കൊണ്ടിരിക്കും. 2700 ആകുമ്പോൾ കുറച്ചും കൂടെ കൂടും. 2800 നിങ്ങൾ ഈ മാസം ക്വാളിഫൈ ചെയ്യുന്നത്, കുറച്ചും കൂടെ കൂടും. ഇങ്ങനെ അത് കൂടി കൂടി വരും. പക്ഷെ അവിടെ ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ ഈ വരുന്ന വോളിയം ഏത് പെർസെൻറ്റേജുള്ള ലെഗ് വരുന്നതെന്ന് കൂടി നോക്കണം. നിങ്ങൾക്ക് ഒറ്റ ലെഗ് മാത്രമേ ഉള്ളൂ, ആ ലെഗ് മുഴുവൻ വോളിയം വരുന്നെങ്കിൽ, ആ ലെഗ് 12%കാരനാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ബോണസ് കുറയും. അല്ല, നിങ്ങൾക്ക് അതനുസരിച്ച് 8%-ൻ്റെ കുറച്ച് ലെഗുകളും 5%-ൻ്റെ ലെഗുകളുണ്ടെങ്കിൽ ഈ ടീം ബിൽഡിംഗ് ബോണസ് ഒക്കെ ഡയറക്ടർ ബോണസ് കൂടി വരും. ക്ലിയർ ആവുന്നുണ്ട്? അപ്പോൾ അതെല്ലാം നമ്മൾ സ്ട്രക്ചറും കൂടെ ശ്രദ്ധിക്കണം. ഒന്ന് ടേൺ ഓവർ വേണം. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോളിയം PV കൂടുന്നതാണ് ടേൺ ഓവർ. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആ ടീമുകളുടെ എണ്ണം കൂടുന്നതും അതിൻ്റെ ഓരോ ആ സ്ട്രക്ചറിൽ വരുന്ന വോളിയത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ഇൻകം കൂടുന്നുണ്ടാവും. അതനുസരിച്ച് നമ്മളുടെ പിന്നുകൾ മാറുവാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ഈ പിന്നുകളില്ലേ, ഈ പിന്നുകൾ നമ്മൾ ബ്രോൺസിൽ നിന്ന് സിൽവറും, സിൽവറിൽ നിന്ന് ഗോൾഡും, സ്റ്റാറും, ഡയമണ്ടും, ക്രൗണും, യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആകുമ്പോൾ അത്രയും ലെയറിന് കൂടെ നമുക്ക് ഇൻകം വാങ്ങിക്കാൻ സാധിക്കും. അതാണ് ടേൺ ഓവർ പ്ലസ് സ്ട്രക്ചർ പ്ലസ് അനുസരിച്ച് പിന്നുകൾ കൂടെ മാറണം. ഇന്ന് പല ആൾക്കാരും അതാണ് മാറാത്തത്. നിങ്ങൾ തുടക്കക്കാരൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 8%, നിങ്ങളുടെ താഴെ 8% ഉണ്ട്. നിങ്ങൾ 8 തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ മാറിയിട്ടില്ല, നിങ്ങൾ 12ലേക്ക് പോയിട്ടില്ല. അപ്പോൾ വരുമാനം കുറഞ്ഞു. ടേൺ ഓവർ ഉണ്ടാവും. നിങ്ങൾ താഴെ വ്യക്തി ഒറ്റ ലെഗേ ഉള്ളൂ, ആ ലെഗിലെ മുഴുവൻ 8%, നിങ്ങൾ 8%കാരനാണെങ്കിൽ അദ്ദേഹത്തിനാണ് താഴെ വ്യക്തിക്കാണ് വരുമാനം. നിങ്ങൾ പിന്നെ മാറാത്തത് കൊണ്ട്, നിങ്ങൾ 12ലേക്ക് പോകാത്തത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2, 3, 4 ലെഗുകൾ ഓപ്പൺ ആക്കാൻ പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിന് ഏറ്റവും സിമ്പിൾ ഷോർട്ട് കട്ട് ആദ്യത്തെ വരുമാനം നോക്കാതിരിക്കുക, അതാണ് ശ്രദ്ധിക്കേണ്ടത്. സിമ്പിൾ ഷോർട്ട് കട്ട്, നിങ്ങൾ 8% ആയെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത ലെഗുകൾ ഓപ്പൺ ആക്കാൻ ശ്രമിക്കുക. അടുത്ത ലെഗുകൾ ഓപ്പൺ ആക്കുക. നിങ്ങൾ താഴെയുള്ള വ്യക്തി 8% ആക്കാം. ഓരോ ലെഗുകളെയും 8% ആക്കാം. 2 ലെഗ് ഉണ്ടെങ്കിൽ 2 ലെഗിന് 8% ആക്കാം. 3 ലെഗ് ഉണ്ടെങ്കിൽ 3 ടീമിന് 8% ആക്കാം. 4 ടീമുണ്ടെങ്കിൽ 4 ടീമിന് 8% ആക്കാം. ഈ ആദ്യം വന്ന ടീമിന്റെ താഴെ ആൾക്കാരുണ്ടെങ്കിൽ അദ്ദേഹത്തെ 8% ആക്കുക. അതിന്റെ താഴെ ആൾക്കാരുണ്ടെങ്കിൽ ഈ വരുന്ന ഓരോ വ്യക്തികളെയും
8% ലെവലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ മതി. നമ്മുടെ പോയിന്റ് കയറി വരും. ഏറ്റവും ചെറിയ സ്റ്റെപ്പാണ് അത്. 8% ഉണ്ടാക്കും. നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് ഫാസ്റ്റ് ആയിട്ട് 8%ഓ അല്ലെങ്കിൽ 8% ആക്കാൻ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ താഴെ ഏറ്റവും താഴെ പോയി വർക്ക് ചെയ്താൽ മതി. അപ്പം അതിന് മേലുള്ള വ്യക്തി 8%, അതിന് മേലുള്ള വ്യക്തി 12 നിങ്ങൾക്ക് 16 പോകാൻ പറ്റും. ഓരോരോ ആളെയും ആ ചെറിയ ചെറിയ പിൻ ലെവൽ അച്ചീവ് ചെയ്യിപ്പിച്ചാൽ മതി. ഒരു ബിസിനസ് അറിയുന്ന ലീഡേഴ്സ് നിങ്ങളോട് പറയുന്ന കാര്യം അതായിരിക്കും. 8% ഇപ്രാവശ്യം എന്ത് ചെയ്യണം, 8% പിടിക്കണം. അതിനുശേഷം നിങ്ങൾ കൂടെ വന്ന വ്യക്തി 8% ആക്കാൻ വേണ്ടി പറയുന്നുണ്ടോ. അപ്പോൾ ആ ഒരു പിന്നെ നമുക്ക് കൂടി കൂടി വരാൻ പറ്റും. അത് എല്ലാ ഡെപ്തിലും ഉണ്ടെങ്കിൽ സ്ട്രക്ചറായി മാറി. 6 ടീമിലും സ്ഥിരമായിട്ട് വോളിയം വരികയാണെങ്കിൽ നല്ല സ്ട്രക്ചറുള്ള ടീമായി മാറി, നല്ല വിടുത്തുള്ള ടീമായി മാറി. അത് താഴോട്ട് 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 ബിൽഡ് ചെയ്ത് പോയാൽ മതി. 6 ടീം ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ 6 ടീമിന് ഒരുമിച്ച് വോളിയം വരുന്നെങ്കിൽ 2 ലക്ഷം രൂപയൊക്കെ ഒറ്റയടിക്ക് വാങ്ങിക്കാം. പക്ഷെ ആറ് ടീമിൽ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് തന്നെ ഇപ്പോഴും അത് ഭയങ്കര സ്ട്രഗിളാണ്. ഓക്കെ, ഈ ടീം ബിൽഡിംഗ് ബോണസ് നമുക്ക് കിട്ടുന്നത് 3 ലെവലിലാണ്. ബ്രോൺസ് ഡയറക്ടേഴ്സും അതുപോലെ സിൽവർ ഡയറക്ടറും അതോടൊപ്പം തന്നെ ഗോൾഡ് ഡയറക്ടറും, ഈ 3 പൊസിഷൻ വരെ നമുക്ക് ടീം ബിൽഡിംഗ് ബോണസ് കിട്ടും. ഇതിനപ്പുറം നിങ്ങൾ സ്റ്റാർ ആയി കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം നിങ്ങൾ സ്റ്റാർ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ടീം ബിൽഡിംഗ് ബോണസ് വരത്തില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അതുകൊണ്ട് ഗോൾഡ് ആയി നിൽക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? സ്റ്റാർ ആയി കഴിഞ്ഞാൽ കാർ ഫണ്ട് കിട്ടും കേട്ടോ. സ്റ്റാർ ആയാലല്ല, 3 മാസം അത് മെയിൻറ്റെയിൻ ചെയ്യണം. 3 മാസം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള ആളാണെങ്കിൽ സ്റ്റാർ പിടിക്കാം, കാർ ഫണ്ട് വാങ്ങിക്കാം. ഈ സ്റ്റാർ പിടിക്കുന്ന ഒരു സമയം എപ്പോഴാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗോൾഡ് ഡയറക്ടറിൽ നിന്നുകൊണ്ട് ടീം ബിൽഡിംഗ് ബോണസ് വാങ്ങിച്ചുകൊണ്ട്, മാക്സിമം ടീം ബിൽഡിംഗ് ബോണസ് വാങ്ങിച്ചുകൊണ്ട് ആ 2 ലെഗിന് LOBയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ, ആ 2 ലെഗിൽ നിന്നും ഓട്ടോമാറ്റിക്കലി നമുക്ക് 6000 PVക്ക് മേലെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലെഗ് എന്തെങ്കിലും 6000 PVക്ക് മേലെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർ പിടിക്കുന്നതിൽ തെറ്റില്ല. ചില അപ്ലൈൻ പറഞ്ഞു തരും, നിങ്ങൾ സ്റ്റാർ പിടിക്കാനായിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പിടിച്ചാൽ മതി. ആ അപ്ലൈനും ചിലപ്പോൾ സ്റ്റാർ ആയി. അല്ല, ഇപ്പം ഞാൻ സ്റ്റാർ ഡയറക്ടർ ആണെങ്കിൽ ഇന്ന് ഞാൻ അല്ലാട്ടോട് പറയണം, അല്ലാട്ട് സ്റ്റാർ പിടിക്കാനായിട്ടില്ല, കുറച്ചുകൂടെ കഴിയിട്ട് പറഞ്ഞാൽ അല്ലാട്ടും ചിലപ്പോൾ വിചാരിക്കും ഇയാൾ സ്റ്റാർ ആയതുകൊണ്ട് ഞാൻ ഇയാളെ മേലെ പോകുന്നുള്ള പേടി കൊണ്ട് ആവണ്ട എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അപ്ലൈൻ സ്റ്റാർ ആയിരുന്നു. എൻ്റെ അപ്ലൈൻ എന്നോട് പറഞ്ഞ് സ്റ്റാർ പിടിക്കാനായിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ വൈഫിനോടൊക്കെ പറഞ്ഞു, ഇയാൾ സ്റ്റാർ ആയതുകൊണ്ട് ഞാൻ മേലെ പോകുമ്പോൾ അയാൾക്കൊരു ചമ്മലാണ്, ഈഗോ ആണ്, അതുകൊണ്ടാണ് അയാൾ ആവണ്ട പറഞ്ഞത്. പക്ഷെ ഞാൻ നോക്കിയില്ല, ഞാനായി. അതിന് ശേഷം എനിക്ക് കാർ ഫണ്ട് സ്റ്റാർട്ടായില്ല. ആദ്യത്തെ മാസം ആവില്ല. 3 മാസം ക്വാളിഫൈ ചെയ്ത് 4-മത്തെ മാസം കഴിഞ്ഞാലേ നമുക്ക് കാർ ഫണ്ട് കിട്ടത്തുള്ളൂ. 3 മാസം തുടർച്ചയായിട്ട് സ്റ്റാർ മെയിൻറ്റെയിൻ ചെയ്ത് 4-മത്തെ മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ 5-മത്തെ മാസം ബോണസ് മുതലാണ് കാറിൻ്റെ EMI സ്റ്റാർട്ട് ആവത്തുള്ളൂ. ഞാൻ കാർ ഫണ്ട് അച്ചീവർ ആയി. അതിനുശേഷം എനിക്ക് എത്ര വോളിയം സൈഡിൽ കൂടി വന്നിട്ടും ടീം ബിൽഡിംഗ് ബോണസ് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എൻ്റെ അപ്ലൈൻ പറഞ്ഞ കാര്യം കറക്റ്റായിരുന്നു, അബദ്ധം പറ്റി. പക്ഷെ ആ അപ്ലൈൻ എന്നോട് അങ്ങനെ ഒന്നും എഡ്യൂക്കേഷൻ ചെയ്തിട്ടില്ല. നീ എന്തുകൊണ്ടാണ് സ്റ്റാർ ആവണ്ട എന്ന് പറയുന്നത്, ടീം ബിൽഡിംഗ് ബോണസ് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തില്ലായിരുന്നു. അതൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിൽ വേറെ നെഗറ്റീവാണ് കയറി വന്നത്. അല്ലേ, ഞാനിത് ഭീമ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഭീമ സ്റ്റാർ ആവണ്ട, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഭീമ വെയിറ്റ് ചെയ്തു, പക്ഷെ ഓട്ടോമാറ്റിക് സ്റ്റാർ ആയിപ്പോയി. അറിയാതെ സ്റ്റാർ ആയി പോകുന്നതാണ്, നമ്മൾ വിചാരിക്കാതെ സ്റ്റാർ ആയി പോകും. അപ്പം അതിന് അവിടെ വിഷമം ഉണ്ടായിരുന്നില്ല. 3 മാസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ടീം ഉള്ളതുകൊണ്ട് കാർ ഫണ്ട് അച്ചീവറായി. ക്ലിയർ ഉണ്ടോ? അപ്പോൾ എപ്പോഴും നമ്മൾ ഗോൾഡ് ഡയറക്ടറിനെ മെയിൻറ്റെയിൻ ചെയ്ത് വർക്ക് ചെയ്യുക. ആദ്യം ഗോൾഡ് ഡയറക്ടറായി നിന്നുകൊണ്ട് 3 ലെഗിലും നല്ല വോളിയം വരാൻ ശ്രമിക്കുക. എത്ര വോളിയം 3 ലെഗിൽ കൊണ്ടുവരാൻ പറ്റുമോ 3 ലെഗിൽ നല്ല വോളിയം കയറ്റി കൊണ്ടുവരാം. അപ്പോഴേക്ക് നമുക്ക് സ്റ്റാർ ഓട്ടോമാറ്റിക് ആവുന്നുണ്ടാവും. 2 ലെഗിൽ LOB വരുന്നുണ്ടാവും. ഇൻകം 80,000, 70,000, 1 ലക്ഷം രൂപ വരെയൊക്കെ അങ്ങ് പോകും ഗോൾഡിലൊക്കെ. LOB ഒക്കെ ഉള്ള വലിയ ലെഗൊക്കെ 1 ലക്ഷം രൂപ ഗോൾഡ് ഡയറക്ടർ വാങ്ങിക്കാൻ പറ്റും. ടീം ബിൽഡിംഗ് ബോണസോട് കൂടി നമുക്ക് അവിടെ വാങ്ങിക്കാൻ പറ്റും. LOB വരുന്ന സമയത്ത് 2 ലെഗിലോ അല്ലെങ്കിൽ 1 ലെഗിലോ LOB വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറിനെ ഫോക്കസ് ചെയ്യാം. നമുക്ക് കാർ ഫണ്ട് സ്റ്റാർട്ട് ആകും. കാരണം കാർ ഫണ്ട് ചെറിയ എമൗണ്ടാണ് ആദ്യമൊക്കെ. 5,000, 4,000 രൂപയ്ക്ക് ആദ്യം വരത്തുള്ളൂ. അപ്പോൾ നല്ല LOB ഉള്ള ലെഗുകൾ രണ്ടുണ്ടെങ്കിൽ കാർ ഫണ്ടിൻ്റെ എണ്ണം കൂടും, അളവുകൾ കൂടുന്നുണ്ടോ. ഇതിലെന്തെങ്കിലും ക്ലാരിറ്റി വേണം ഈ ടീം ബിൽഡിംഗ് ബോണസിനെ കുറിച്ചിട്ടോ? അതിനുശേഷം LOBയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ആരും ഒന്നും ഉണ്ടെന്നില്ലല്ലോ, മെസ്സേജ് അയക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ക്ലിയർ. അത് മതി, മെസ്സേജ് അയച്ചാൽ മതി. ക്ലിയർ ആണോ? അല്ലേ, അല്ലേ, ക്ലിയർ ആണ്.
മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ. ഇപ്പം നിങ്ങളുടെ എൽ ഒ ബി എങ്ങനെ വരുന്നു നിങ്ങൾ പറഞ്ഞതാണ് കേട്ടോ. എൽ ഒ ബി വരുമ്പോഴാണ് നമുക്ക് വരുമാനം ഹയസ്റ്റ് ഇൻകത്തിലേക്ക് പോകാൻ പറ്റുന്നത്. ഓക്കെ. എൽ ഒ ബി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പി ബി കണ്ടോ. നിങ്ങൾ സിൽവർ ഡയറക്ടറായി മാറണം എൽ ഒ ബി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ബ്രോൺസ് ഡയറക്ടർ ആവണം. നമ്മുടെ കൂടെ വന്നിരിക്കുന്ന വ്യക്തിയെ ബ്രോൺസ് ഡയറക്ടർ ആക്കണം. ക്ലിയർ ആകുന്നുണ്ടോ? ഞാൻ ബ്രോൺസ് ഡയറക്ടർ ആവുന്നു. എൻ്റെ ടീമിലെ സുരേഷ് സാറിനെ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്ന സമയത്ത് ഞാൻ സിൽവർ ഡയറക്ടറായി. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലെഗിൽ മിനിമം 2000 പി ബി എങ്കിലും ഉണ്ടായിരിക്കണം എല്ലാ മാസവും. ഞാൻ എൻ്റെ സൈഡിലുള്ള മറ്റുള്ള ടീം എല്ലാം കൂടെ ചേർന്നിട്ട് 1800 പ്ലസ് എത്ര പി വി ആയാലും കുഴപ്പമില്ല, സിൽവർ ഡയറക്ടറായി മാറി. ക്ലിയർ ആണല്ലോ? ഒരു ലെഗിൽ 2000വും ബാക്കി എല്ലാ ലെഗിലും കൂടെ ചേർന്നിട്ട് 1800 പ്ലസ്. പക്ഷേ ആ ലെഗിൽ മെയിൻ ലെഗിൽ എത്ര പി വി വന്നാലും കുഴപ്പമില്ല, സൈഡിൽ എത്ര പി വി വന്നാലും കുഴപ്പമില്ല, വരുമാനം കൂടിക്കോളും. 1800 പ്ലസ് 300 ആണെങ്കിൽ അവിടെ ടീം ബിൽഡിംഗ് ബോണസ് കൂടി സിൽവറായി. സിൽവർ ഡയറക്ടറിനൊക്കെ നോർമൽ സിൽവർ ഡയറക്ടറിനൊക്കെ ചെറിയ ബ്രോൺസ് ഡയറക്ടറിന് ഇൻകം മാത്രമേ ഉണ്ടാവുള്ളൂ, 5000 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. ടീം ബിൽഡിംഗ് ബോണസിൽ സിൽവർ ആണെങ്കിൽ 8000, 9000, 10,000 ആയി മാറും. അത് ടീം ബിൽഡിംഗ് ബോണസ് കൂടുന്നതനുസരിച്ച് 15,000 മാറും, 16,000 ആയി, 20,000 മാറും, 30,000 ആക്കാനും പറ്റും സിൽവർ ഡയറക്ടറിന്. അപ്പോൾ ഇതിൽ ഈ സിൽവർ ഡയറക്ടർ ആവുന്ന സമയത്ത് ഇന്നിപ്പം ഇതിൽ ആരെങ്കിലും ഒരാൾ, നിങ്ങളിപ്പം ഉദ്ദേശിക്കുന്ന വ്യക്തി ആരെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ ധന്യാണ് സിൽവർ ഡയറക്ടർ ആവുന്നെങ്കിൽ ധന്യ ബ്രോൺസ് ഡയറക്ടറായി, ധന്യന്റെ കൂടുതൽ അമ്മിണി ചേച്ചിനെ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്നു. അവിടെ നിങ്ങൾക്ക് സിൽവർ ഡയറക്ടറിന് ഇൻകം വാങ്ങിക്കാൻ പറ്റും. അമ്മിണി ചേച്ചിയുടെ ടീമിൽ നിന്നും 5625 പി വി, ഇതാണ് അതിന്റെ കാൽക്കുലേഷൻ. 5625 പി വിക്ക് മേലോട്ട് എത്രയായാലും റൗണ്ട് ഫിഗർ പിടിക്കാം 6000. ഓക്കെ, 6000 പി വി വരുന്ന ഒരു ലഗ്ഗിന് ഉണ്ടാക്കി വെക്കുക. അവിടെ നിങ്ങൾക്ക് എൽ ഒ ബി സ്റ്റാർട്ടാവും. ഇപ്പം നിങ്ങളുടെ വരുമാനം ഈ മാസം ധന്യക്ക് സിൽവർ ഡയറക്ടറാണ്, എൽ ഒ ബി വന്നിട്ടില്ല. ധന്യന്റെ ലഗ്ഗിന്ന് സൈഡ് വോളിയം 2100, 3000 സൈഡിൽ ടീമിൽ എല്ലാ ടീമിലും ഉണ്ട്. അമ്മണി ചേച്ചിൻ്റെ ലെഗിൽ 5500 ഉള്ളെങ്കിൽ എൽ ഒ ബി കിട്ടത്തുണ്ടാവില്ല. നിങ്ങളെ വരുമാനം ഒരു 18,000 ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ അമ്മണി ചേച്ചിൻ്റെ ലെഗിൽ 6000ത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരുമാനം 30,000 28, 30,000. ഒരു 10,000 രൂപ എൽ ഒ ബിയിൽ സ്റ്റാർട്ടിങ്ങിൽ കൂടിയിട്ടുണ്ടാവും. 6000 പി വിക്ക് മേലോട്ട് എത്ര വോളിയം കയറി വരുന്നുണ്ടോ അത്രയും എൽ ഒ ബിയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് വരണമെങ്കിൽ നമ്മളെ കൂടെയുള്ള വ്യക്തികളെ ക്വാളിഫൈ ചെയ്ത് കൊണ്ടുപോയാൽ മതി. ആ ടീമിലുള്ള താഴോട്ട് താഴോട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കി വെച്ചാൽ മതി. ഓക്കെ, എനിക്ക് നിങ്ങൾ കാണാത്തത് കൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു ചാർജ് എടുത്തു, അതുകൊണ്ട് ഞാൻ സ്ലൈഡ് ഒന്ന് ഓഫാക്കിയതാണ്. നമ്മുടെ ടീമിലുള്ള ഓരോ വ്യക്തികളെയും താഴെ താഴെ ക്വാളിഫിക്കേഷൻ ചെയ്തു പോയാൽ മതി. അതാണ് ബിസിനസ് അറിയുന്ന ലീഡേഴ്സ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനിലേക്ക് വരുന്നുണ്ടാവും. ഏറ്റവും താഴെ താഴെ ക്വാളിഫിക്കേഷൻ ചെയ്യുമ്പോൾ മേലുള്ളവരൊക്കെ വരുമാനം സേഫായി വരും. ഓരോരാൾക്കും താഴെയുള്ള ഓരോ ലീഡേഴ്സിനും വരുമാനം സേഫായി വരും. ഏറ്റവും അടിയിൽ പോയി ബോട്ടത്തിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ മേലുള്ള ലീഡർമാരുടെ വരുമാനം സേഫായി വരും. ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് ഒരു 3 ടീമിൽ എങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. അത് 6 ടീമാണെങ്കിൽ കുറച്ചും കൂടി സേഫായി, അതിലപ്പുറം പോകണമെന്നില്ല, പോയാലും കുഴപ്പമൊന്നുമില്ല. 16 ടീം ഉണ്ടെങ്കിൽ 16 ടീം. ഇപ്പോൾ ഒരു ആലോചിക്കുക, 16, ഇപ്പോൾ കരീംക നമ്മുടെ ബിസിനസ്സിൽ വന്നു, കരീംകക്ക് ഇപ്പോൾ കുറേ ആൾക്കാർ ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ പോകുന്നു, 16 പേരുണ്ടെങ്കിൽ 16 ടീം സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് 16 ടീമിലും വോളിയം ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു 16 ടീമിലും വോളിയം വരുന്നുണ്ടെങ്കിൽ ഈ 16 ടീമും, ഇപ്പം ഞാൻ പറയും കരീംഖാൻ്റെ ഒരു ടീം ഞാനാണ്, ഒരു ടീം അൻസാർ ഭായി ആണ്. ഞാൻ വളരെ സ്പീഡായി വർക്ക് ചെയ്യുന്നു, അൻസാർ ഭായി സ്പീഡായി വർക്ക് ചെയ്യുന്നു. ഞാൻ എൻ്റെ ബ്രോൺസിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, അൻസാർ ഭായി അൻസാറിൻ്റെ ബ്രോൺസ് വർക്ക് ചെയ്യുന്നു. അതേപോലെ 16 ടീമുകാരും ബ്രോൺസ് ഡയറക്ടറും കൂടി ഒരുമിച്ച് കട്ടക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ 6 മാസം കൊണ്ട് ഡി യു സി ആയി മാറാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ഹയസ്റ്റ് പിന്നിലേക്ക് 6 മാസം കൊണ്ട് പോകാൻ പറ്റും. 16 പേരും ബ്രോൺസ് ഡയറക്ടർ ഡി യു സി ആയി മാറാം. പക്ഷെ ഈ ഡി യു സി ആയി മാറുമ്പോൾ 16 ലഗ്നം ഇതാകുമ്പോൾ നമുക്ക് ആ ഇൻകം മാത്രമേ ചിലപ്പോൾ ഈ ഡി യു സി എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിന് മേലൊക്കെ വരുമാനം വാങ്ങിക്കുന്ന പൊസിഷനാണ്. പക്ഷെ ഈ എൽ ഒ വി ഒന്നും ഇല്ലാതെ ഡി യു സി ആയി കഴിഞ്ഞാൽ 10,000, 15,000 രൂപ ഉണ്ടാവും. മനസ്സിലായി? ഡയറക്ടർ ബോണസ് കൂടുന്നുണ്ടാവും, 20,000, 30,000 കിട്ടും ഏകദേശം. പക്ഷെ ആ 16 ലെഗിൽ വോളിയം ചെയ്യുന്ന സമയത്ത് ഒരു 2-3 ലെഗിലെങ്കിലും, അറ്റ്ലീസ്റ്റ് മിനിമം 3 ലെഗിലെങ്കിലും എൽ ഒ ബി ഉണ്ടെങ്കിൽ
എലൈറ്റ് ക്ലബ്ബ് ബോണസും സ്റ്റാർട്ടാവും. അങ്ങനെ 16 ലഗ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 16 ലഗിലും ലീഡർഷിപ്പ് ഉണ്ടാക്കി വെച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ചെയ്യാൻ പറ്റും, ചെയ്തു പോയാലും മതി. 16 ടീമിനെ ഫോക്കസ് ചെയ്യും. പക്ഷെ അത് ഹെവി വർക്കാണ്, നമുക്ക് സംസാരിക്കാൻ സമയം കിട്ടത്തില്ല, എവിടെ പോയി വർക്ക് ചെയ്യുന്ന തരത്തില്ല. അപ്പൊ ഭീമയൊക്കെ ചെയ്യുന്ന 3 ടീമിനെ സേഫ് ആക്കി വെച്ചു, ആ ഭാഗത്ത് പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ലെവലാക്കി. അടുത്ത മൂന്ന് ടീമും വർക്ക് ചെയ്ത് പോകാൻ. 6 ടീം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 2 ടീം ഫോക്കസ് ചെയ്യുക യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറിനെ. അപ്പോൾ 8 ടീമായി. 8 ടീം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പുതിയ 4 ടീമിനെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ 12 ടീം ആകുമ്പോൾ ഡബിൾ ക്രൗൺ ഡയറക്ടർ. 12 ആയി കഴിഞ്ഞാൽ വീണ്ടും 4 ടീമിനെ ഫോക്കസ് ചെയ്യുക DUC. അതാണ് എളുപ്പം, ഓരോ പിന്നുകൾക്ക് മാറി മാറി പോകാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലെഗ് പുതുതായി ഓപ്പൺ ആക്കി വെക്കുക, അവിടെ ജസ്റ്റ് ജസ്റ്റ് പോയിന്റ് കയറ്റി 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 ഇങ്ങനെ കൊണ്ടുവെക്കുക, ടീമിനെ ചെറുതായി കൊണ്ടുവന്ന് ഒരു സമയത്ത് ക്വാളിഫൈ ചെയ്തു. അതെല്ലാം നമ്മൾ പിന്നീട് നോക്കിയാൽ മതി. ആ, ഏറ്റവും ആദ്യത്തെ 3 ടീമിൽ വർക്ക് ചെയ്തെങ്കിൽ പോയാൽ ഫസ്റ്റ് മെയിൻ 3 ടീം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ 6 ടീം. അതിൽ 6 ടീമൊക്കെ ഉണ്ടെങ്കിൽ ഇൻകം സ്ട്രക്ചർ കറക്റ്റായി, നല്ല വരുമാനം കൂടുതൽ എടുക്കാൻ പറ്റും. എന്തെങ്കിലും ക്ലാരിറ്റി വേണം. LOB എന്ന് പറഞ്ഞാൽ, ഒരു LOB എന്ന് പറഞ്ഞാൽ 6000 PBക്ക് അടുത്ത് 5625 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ LOB എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 10,000 രൂപയുടെ വരുമാനം കാണിക്കണം. LOB അൻസാർ ഭായിയുടെ ഒരു ലെഗിൽ, സുധീർ സുലൈമാന്റെ ലെഗിൽ ആ ടീമിൽ നിന്ന് 6000 PB വരണം. അതാണ് നിങ്ങളുടെ ഫോക്കസ്. സുധീറിന്റെ PV 6000 വരണം. അനീഷ് അനീഫിന്റെ PV അത് വേറെ ലെഗാണെങ്കിൽ അതിൽ 6000 വരണം. സിനിയുടെ ലെഗിൽ നിന്ന് 6000 വരണം. അപ്പൊ നിങ്ങൾക്ക് 3 ലെഗിൽ നിന്ന് LOB മാത്രം നിങ്ങളുടെ വരുമാനം 30,000 ആയി. LOB മാത്രം. അവിടെ 3 ലെഗും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും. 6000 PB വരണമെങ്കിൽ ഈ 3 ലെഗിലും 3 ഡയറക്ടർമാരും ഉണ്ടാവും. 3 ലെഗിൽ നിന്ന് 6 ഡയറക്ടർ ബോണസ് കൂടും. അതാണ് നിങ്ങളുടെ വരുമാനം സേഫ് ആയി പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ 3 ടീമിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഗുണം എന്താണ്? അത് താഴോട്ട് നല്ല സ്ട്രക്ചറുള്ള ടീമായി മാറിയിട്ടുണ്ടാവും. അതിനകത്ത് ഒരുപാട് ഡയറക്ടർമാരുണ്ടാവും. ഡയറക്ടർ ബോണസ് കൂടും, LOBയുടെ അളവും കൂടും. അപ്പോഴേക്കും നിങ്ങൾ എന്തെങ്കിലും വെറുതെ ഇരിക്കത്തില്ല, അടുത്ത ടീമിനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് 3 ടീം അവിടുന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. പുതിയ തുടക്കക്കാരായിരിക്കും, 5%-കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ, 12%. അതിനകത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് പെർഫോമൻസ് ബോണസ് കൂടുന്നുണ്ടാവും. ഇതാണ് വരുമാനത്തെ സ്ട്രക്ചർ ചെയ്യാന്നുള്ള കാര്യം. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ആ ആദ്യത്തെ 140 റുപ്യ 200 റുപ്യക്ക് വന്നിട്ടില്ല, അതിൽ പിടിച്ചിരിക്കുകയാണ്. അവിടെ കുറഞ്ഞു പോയല്ലോ എന്ന് വെച്ചാൽ അത് തന്നെ പിടിച്ച് ആലോചിക്കുക. ഇതിലെല്ലാം വരുമാനം ആദ്യം നോക്കുകയും ചെയ്ത് പണിയെടുത്ത് പോവുക, വർക്ക് ചെയ്ത് പോയിക്കോളുക, അങ്ങ് വന്നോളും. നമ്മൾ അവിടെ ചിന്തിക്കേണ്ട കാര്യം, ഞങ്ങൾ ഇന്ന് LKG പഠിച്ചുകൊണ്ടിരിക്കുക, അംഗനവാടി പഠിക്കുന്ന സമയത്ത് വരുമാനം കിട്ടുന്നില്ലല്ലോ. ഇത് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ജോലി കിട്ടിയാലേ വരുമാനം കിട്ടത്തുള്ളൂ. ഇവിടെ അംഗനവാടി പഠിക്കുന്ന സമയത്തും LKG പഠിക്കുന്ന സമയത്ത് വരുമാനം സ്റ്റാർട്ടാണ്. അല്ല, അത് വാങ്ങിച്ച് പോയിക്കോളൂ. ആ ഒരു ചെറിയ ബോണസ് വാങ്ങിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, വരുമാനം നോക്കാതെ ആദ്യം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ബിസിനസ് ചെയ്യും. ആദ്യത്തെ 140, 200, 300 രൂപയുടെ പിറകെ പോകാതിരിക്കുക. ഞാൻ വന്നിട്ട് കുറേ കാലമായി എനിക്കൊന്നും ആവുന്നില്ല, വന്നവരാരും പർച്ചേസ് ചെയ്യുന്നില്ല, വന്നവരാരും നിൽക്കുന്നില്ല. വന്നവരാരും നിൽക്കാനല്ല, വന്നവർ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നിരിക്കുന്ന ആൾക്ക് ദൈവം കൊണ്ടു തന്നിരിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ അവരെ നിങ്ങൾക്ക് വിജയിപ്പിച്ച് അതിന് വരുമാനം ഉണ്ടാക്കി തരുന്ന ആളല്ല. നിങ്ങളെ കൂടെ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നർത്ഥം നിങ്ങൾ പെട്രോൾ പമ്പ് കയറി പെട്രോൾ അടിച്ചു എന്നേ ഉള്ളൂ. ആ പെട്രോൾ തീരുമ്പോൾ അടുത്ത പെട്രോൾ അടിക്കാനുള്ള ഒരാളെ കൊണ്ടുവരും. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു വ്യക്തി ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇത്ര മണിക്കൂർ യാത്രയുള്ള പെട്രോളാണ്, അടുത്ത വ്യക്തികളിലേക്ക് എത്താനുള്ള എനർജിയാണത്. അപ്പോഴേക്കും 1-2 ആൾക്കാർ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി ഫുൾ ടാങ്കായി നടത്താം. 2-3 ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ വണ്ടി ഫുൾ ടാങ്കാണ്, കുറച്ചും കൂടെ കാലം ഓടാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു വ്യക്തി ജോയിൻ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ വണ്ടി വാങ്ങിച്ചു നടക്കാം. ഒരു വണ്ടിയും കൂടെ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ ആ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല വ്യക്തി സീരിയസ് ആയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു, അദ്ദേഹം 8% ആവുന്നു. അദ്ദേഹത്തിന് താഴെ 8% വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വാഹനമുണ്ട്. ആ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ വാഹനം ഡ്രൈവറെ ഏൽപ്പിക്കരുത്. നിങ്ങളത് മോണിറ്റർ ചെയ്യണം. വണ്ടിക്ക് വല്ല കംപ്ലൈൻസ് ഉണ്ടോ, ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡ്രൈവർ മോശമാണ്, ഇതെല്ലാം നമ്മൾ വാച്ച് ചെയ്ത് അതിനെ വലുതായി വലുതായി കൊണ്ടുവരും. അതാണ് ഡെപ്ത് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞത്. താഴെ പോയി വർക്ക് ചെയ്യാം. ഡെപ്ത് ഡ്രൈവിംഗ്. അതിന് അൻസാർ ഭായി ഒറ്റയ്ക്ക് ആ ബിസിനസ്സിനെ കൊണ്ടുപോകുന്ന സമയത്ത്, അൻസാർ ഭായി ഏകദേശം ഷംന ടീച്ചറുടെ ടീമിലാണ്, മുംതാസിന്റെ ടീമിലാണ്, അല്ലെ, ഭീമ മേഡത്തിന്റെ ഒരു ടീമിൽ ഒരാളാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഡെപ്ത് ഡ്രൈവ് ചെയ്യുന്ന ആളായി മാറി, സ്വന്തമായിട്ട് ആ ടീമിനെ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ഡെപ്ത് ഡ്രൈവറായി മാറി. അവിടെ ബിൽഡ് ചെയ്യുന്നത് നമ്മളായിരിക്കും. അവിടെ എവിടെ പോയി വർക്ക് ചെയ്യുന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് നമ്മൾ, ഡെപ്ത് ബിൽഡ് ചെയ്യുന്ന സംഭവം. ഇതാണ് ആ ഡെപ്ത് ബിൽഡിങ്ങും ഡെപ്ത് ഡ്രൈവിംഗ്. താഴോട്ട് വർക്ക് ചെയ്ത് പോകാം, പോയി വർക്ക് ചെയ്യാം.
താഴെ വോളിയം വരുന്ന സമയത്ത് നമുക്ക് നല്ല വരുമാനത്തിൽ പോകാൻ സാധിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കണം. അല്ല, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കട്ടോ. നിങ്ങൾ അങ്ങനെ ചോദിക്കാതിരിക്കുമ്പോൾ വെച്ചാൽ നിങ്ങൾ എല്ലാം മനസ്സിലാക്കുന്നത്, അതാ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാം എല്ലാവർക്കും മനസ്സിലാവുന്നത്. വലിയ കാര്യമായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സംശയം ചോദിക്കാൻ മടിയുണ്ടാവുക. കാരണം ഇത് എങ്ങനെ ചോദിക്കണം അതും അറിയത്തില്ല. ഇതിങ്ങനെ കേട്ട് പോകുന്നുണ്ടാവും, പിന്നെ ഒരു വിശ്വാസം വർദ്ധിക്കുന്നുണ്ടാവും. കുഴപ്പമില്ല, അതെല്ലാം അറിയുന്നുണ്ട്, എല്ലാം ശരിയാവുന്നുള്ള ചിന്തയിൽ പോകുന്നുണ്ടാവും. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഞാൻ സ്ലൈഡ് ഒന്നും കൂടെ ഓപ്പൺ ആക്കി തരാം. സാറേ, ഹലോ. ആ, പറഞ്ഞു. ഇത് നമ്മളിങ്ങനെ ആളാണ് ചേർത്താ പോലെ. ഇത് ഇപ്പൊ ഇത്ര ആള് വേണം ഇത്ര ആള് വേണം എന്നൊന്നും ഇല്ലല്ലോ. ആള് വന്നോട്ടെ, ടേൺ ഓവർ വർദ്ധിച്ചോട്ടെ. ആ, അതുപോലെ ഇപ്പൊ 6 പേരെ നമ്മുടെ കീഴിലാക്കി പിന്നെ വേറെ കീഴിലാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒക്കെ നമ്മുടെ കീഴിലങ്ങനെ ആക്കിയാ പോരെ. ആ, നമ്മുടെ ടീമിൽ തന്നെ ആക്കിയാൽ മതി. ആ 6 പേര് ഇപ്പൊ ഇക്കയുടെ കൂടെ 6 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 6 പേരെ ജോയിൻ ചെയ്യിപ്പിച്ച് ഐ ഡി എടുക്കുക. അടുത്ത കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോൾ ഈ 6 പേരിൽ ആരാണോ ഇക്കയുടെ കൂടെ കട്ടക്ക് നിൽക്കുന്നത്, സീരിയസ് ആയിട്ട് മീറ്റിംഗ് ആ അറ്റൻഡ് ചെയ്യുന്ന, പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന, അവരുടെ താഴെ സപ്പോർട്ട് ചെയ്ത് പോവാം. ഉം അവരെ പഠിപ്പിച്ചു വിടുക. ഇക്ക എന്താണോ ചെയ്തത് അവരെ പഠിപ്പിക്കുക. അവരെ പഠിപ്പിച്ചുവിടാ. അവർ ഇക്ക ഇപ്പം ഗ്രൂപ്പ് ഉണ്ടാക്കി അവരൊക്കെ സംസാരിച്ചു, അതുപോലെ ആ അവർക്ക് ഗ്രൂപ്പ് ഞാനിപ്പോ ഉണ്ടാക്കി കൊടുത്ത്. ഞാനിപ്പോ അതാ ചെയ്യണേ. അവരാണ് പഠിപ്പിച്ച് ഇപ്പൊ ഇപ്പൊ എന്റെ കൂടെ വന്നവരൊക്കെ ലീഡേഴ്സ് ആകാൻ പറ്റിയ ആൾക്കാരാണ്. ഇതിനൊക്കെ ആ, പറയാൻ പറ്റിയ ആൾക്കാരാണ്. അത് ആ ഗ്രൂപ്പിൽ അപ്പൊ ഇക്ക എല്ലാവരും അവരെ മോണിറ്റർ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഇക്കന്റെ ഗ്രൂപ്പിലുണ്ടല്ലോ, അങ്ങനെ അതുകൊണ്ട് അവരെ കൂടെ ഇക്ക നിൽക്കണം. അതാണിപ്പോ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അതാണിപ്പോ എനിക്ക് ഇപ്പൊ അവരെ ഒന്ന് ശരിക്കുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം കയറ്റാന്നുള്ള കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. എല്ലാവരും ഒരുങ്ങി നിൽക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഇപ്പൊ കയറണ്ട, അപ്പൊ അതൊക്കെ കയറിയാൽ നിങ്ങളൊക്കെ ശരിക്കും പഠിച്ചിട്ട് കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തന്നെ മതി, അങ്ങനെ തന്നെ കയറിയാൽ മതി. അടുത്ത ആഴ്ച ഈ തിങ്കളാഴ്ച കഴിഞ്ഞ ശേഷം ഏതെങ്കിലും ആ ദിവസം കമ്മീഷൻ സാറിനെ വിളിച്ചിട്ട് അവിടെ വിളിച്ചിട്ടൊന്ന് എല്ലാവരും കാണാം കേട്ടോ. ആയിക്കോട്ടെ സാർ. ഓക്കെ, ഇനി ഈ സിൽവർ ഡയറക്ടർ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതാണ് സിൽവർ ഡയറക്ടറിന്റെ പൊസിഷൻ. നമ്മൾ ഒരു മെയിൻ ലെഗ് ബ്രോൺസ് സെലക്ടർ ആയിട്ട് ആ ലെഗിൽ എല്ലാ മാസവും 2000 PB വരണം. എല്ലാ മാസവും 2000 PB വരണം. ബാക്കി എല്ലാ ടീമും കൂടി ചേർന്ന് 1500 ഇപ്പോൾ ഉദാഹരണത്തിന് ഷംന മാഡം, ഷംന ടീച്ചർ സിൽവർ ഡയറക്ടറാണ്, നമുക്കറിയാം. സിൽവർ ഡയറക്ടറാണ്. ഷംന മാഡത്തിൽ ഒരു ലെഗാണ് മുംതാസ് മാഡം. അവിടെ 2000 PB എല്ലാ മാസം വരണം. ഷംന മാഡത്തിൻ്റെ ബാക്കി ടീം എല്ലാം കൂടെ ചേർന്നിട്ട് 1500 വന്നു കഴിഞ്ഞാൽ ഷംന മാഡം രണ്ടാമത്തെ മാസം റീക്വാളിഫിക്കേഷൻ സിൽവർ ആവുന്നു. അതിൻ്റെ മൂന്നാമത്തെ മാസം അത് വരണം. എന്നാൽ മാത്രമേ സിൽവർ ആവുള്ളൂ, ഇല്ലെങ്കിൽ നോൺ ക്വാളിഫൈഡ് ആയി മാറും. നമ്മൾ ആ ലെഗിൽ സ്ട്രക്ചർ വന്നിട്ടില്ലെങ്കിൽ നോൺ ക്വാളിഫൈഡ് ആയി വരും. ഏതൊരു വ്യക്തിയും സിൽവർ ഡയറക്ടർ ആയിട്ടുണ്ടെങ്കിൽ അത് എല്ലാ മാസവും മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ ക്രൗൺ ഡയറക്ടർ ആണെങ്കിൽ എല്ലാ മാസവും ഞാൻ ക്രൗൺ ക്വാളിഫൈ ചെയ്യണം. അവിടെ എനിക്ക് ക്രൗണിൻ്റെ ഇൻകം കിട്ടും. അല്ല, ഞാൻ ചിലപ്പോൾ എൻ്റെ 6 ലെഗ് ഉണ്ട്, എനിക്ക് 6 ടീമുണ്ട്, 6 ടീമിലും 2000 PB ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ മാസം ക്രൗൺ ആയിട്ട് കാണിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ചിലപ്പോൾ ഡയമണ്ട് കാണിക്കും. 4 ടീമിലാണ് 2000 വന്ന് ഞാൻ ഡയമണ്ട് കാണിക്കും. പക്ഷെ ആ മാസത്തെ എൻ്റെ പിൻ ലെവല് ക്രൗൺ ഡയറക്ടർ ആയിരിക്കും. പക്ഷെ കറണ്ട് മന്ത് ക്വാളിഫിക്കേഷൻ അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷനിൽ ലാസ്റ്റ് മന്ത് ക്വാളിഫിക്കേഷൻ കാണിക്കും എല്ലാവരും ആപ്ലിക്കേഷനിലും. അത് കാണണമെങ്കിൽ നിങ്ങളെ ആപ്ലിക്കേഷനിലെ മൈ പി ബിൻ്റെ താഴെ ഗ്രൂപ്പ് പി ബി കാണില്ലേ, ആ ഗ്രൂപ്പ് പി ബി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ലാസ്റ്റ് മന്ത് എന്താണെന്ന് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് അവിടെ കാണിക്കുന്നുണ്ടോ. പല ആൾക്കാർക്ക് നോൺ ക്വാളിഫൈഡ് ഉണ്ടാവുക, മനസ്സിലാകുന്നുണ്ടോ? ലാസ്റ്റ് മന്ത് ക്വാളിഫിക്കേഷൻ എന്താണ് കാണിക്കുക. ഞാനൊക്കെ ക്രൗൺ ഡയറക്ടർ ആയിട്ട് 3 മാസം മെയിൻറ്റെയിൻ ചെയ്തിട്ട് പിന്നെ അത് ഡയമണ്ടിലൊക്കെ വെച്ച് സ്ട്രക്ചറിലൊക്കെ പോയിട്ടുണ്ട്. അത് ആ 4 ലെഗിന് സേഫ് ആക്കി കൊണ്ടുപോകാൻ സ്ട്രക്ചർ ചെയ്ത് പോയിട്ടുണ്ട്. കാരണം LOB വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ക്രൗൺ ആയി പിന്നെ 6 ലെഗ് സ്ട്രക്ചർ ആയതിനു ശേഷം, 6 ലെഗ് ഓക്കെ ആയതിനു ശേഷം UCD പിടിച്ചു കഴിഞ്ഞാൽ കുറേ കാലം UCDയിൽ നല്ല എല്ലാ വരുമാനം വാങ്ങിക്കാൻ പറ്റും. പിന്നെ 4 ലെഗ് ഫോക്കസ് ചെയ്ത് പോകാം. പിന്നെ നമുക്ക് 3 ലെഗിൽ LOB വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പേടിക്കണ്ട. ഓട്ടോമാറ്റിക്കലി 3 ലെഗിൽ LOB എല്ലാ മാസം വരുന്നുണ്ടെങ്കിൽ എല്ലാ വരുമാനവും നമുക്ക് കിട്ടും. പിന്നെ അവിടെ ടെൻഷൻ ഇല്ല. 3 ടീമിൽ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ലീഡർമാരുണ്ടായാൽ മതി.
കാരണം അവരുടെ വരുമാനം LOB ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ 3 ടീമിനും LOBയുടെ വരുമാനം വാങ്ങിച്ചു കൊടുത്ത് അവർ പിടിച്ചു നിർത്തണം. കാരണം എന്തെങ്കിലും കാരണവശാൽ വേറെ പോകും ആൾക്കാർ, നിർത്തിപ്പോവും, പല കാര്യങ്ങളും നിർത്തിപ്പോകുന്ന ആൾക്കാർ, ഈഗോ കൊണ്ട് നിർത്തിപ്പോകുന്ന ആൾക്കാരുണ്ടോ. നല്ല വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഈഗോ വന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പോയി കളയും. എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോകും, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ അത് പിടിച്ചു നിർത്താനുള്ള ആ കപ്പാസിറ്റിയുള്ള ലീഡർഷിപ്പായി നമ്മൾ മാറണം. ഈഗോ എന്ന സാധനം ഈ ബിസിനസ്സിൽ ഏറ്റവും ഡേഞ്ചർ ആട്ടോ. ഈഗോ വരാതെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈഗോ അറിയാലോ, നിസ്സാര കാര്യത്തിൽ നമ്മൾ ഓരോ വിഷയം ഉണ്ടാക്കി പോകുന്ന പ്രശ്നം വരുന്നു കഴിഞ്ഞാൽ ബിസിനസ് ഡാമേജ് ആയി. ഇതിൽ ഞാൻ ഇനി ആ സൈഡ് ഓപ്പൺ ആക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണം, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സംശയം ഉണ്ടാവും, പക്ഷെ ഇത് എങ്ങനെ ചോദിക്കുമെന്ന് വെച്ചിട്ടാണ് ആൾക്കാർ ചോദിക്കാത്തത്. അതാണ് ഏറ്റവും വലിയ സംഭവം അല്ലേ. എന്തെങ്കിലും ചോദിക്കണം, ആർക്കെങ്കിലും വലിയ ടോപ്പിൽ നിൽക്കുന്ന ആർക്കും ചോദിക്കട്ടെ. ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ അവർക്ക് അറിയാം, നമ്മൾ റെഗുലർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതുകൊണ്ട് ലെവലുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. പിന്നെ ചില ആൾക്കാർ അവരുടെ മനസ്സിൽ അവരുടേതായി വെച്ചിട്ടുണ്ടാവും, ഇത് ഇങ്ങനെ സംഭവം അവർ മനസ്സിൽ ഊഹിച്ചിട്ടുണ്ടാവും, ഇത് ഇങ്ങനെയായിരിക്കും സംഭവം. അത് ഊഹിച്ച് അതിൽ ആ തെറ്റായ രീതിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ചോദിക്കുക, ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണ്. ജാസ്മിൻ ചോദിച്ചോ. ഹലോ, അപ്പൊ അറിയൂ. ഇതില് സ്ഥിരതയുള്ള വരുമാനത്തിനായിട്ട് LOB ആണ് ഏറ്റവും നല്ല വരുമാനം. LOB സ്ഥിരതയുള്ള വരുമാനം നമുക്ക് എല്ലാ മാസവും നല്ല വരുമാനം കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ടീമിൽ ലീഡർമാരുണ്ടാവണം. അല്ല, ഈ ജാസ്മിൻ ശ്രദ്ധിക്കാം, ഞാൻ ക്രൗൺ ഡയറക്ടറാണ്, ഞാനൊരു ടീമിനെ നയിക്കുന്ന ലീഡറാണ്. എൻ്റെ അപ്ലൈൻ മനോജ് സാറാണ്. മനോജ് സാറിന് ഒരു കാരണവശാലും എൻ്റെ ടീമിൽ വലിയ വർക്കൊന്നും ചെയ്യാതെ തന്നെ അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് ഈ ലെഗിൽ നിന്ന് വരുമാനം കിട്ടും. അല്ലേ അല്ലെ, മനോജ് സാറിന് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ പോലും ഈ ടീമിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്തായാലും വർക്ക് ചെയ്തിട്ട് എൻ്റെ ടേൺ ഓവർ ഞാൻ ഉണ്ടാക്കും. അദ്ദേഹത്തിന് ഒരു പണിയും ഇല്ലാതെ, ടെൻഷൻ ഇല്ല, പണിയില്ല എന്നല്ല, നമ്മളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ വലിയ റിസ്ക് ഇല്ലാതെ എൻ്റെ ടീമിൽ നല്ല വോളിയം വരുന്നുണ്ടല്ലോ. അതാണ് സ്ഥിരതയുള്ള വരുമാനം. എപ്പോഴും വരുമാനം വരണമെങ്കിൽ ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക ടീമിൽ. ക്ലിയർ ആണല്ലോ. ഒറ്റക്ക് ബിൽഡ് ചെയ്യുന്ന ലീഡർമാർ ഉണ്ടാക്കിയെടുക്കുക. അദ്ദേഹത്തിന്റെ വരുമാനത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ സേഫ് വരുമാനത്തിന് വേണ്ടി അദ്ദേഹം വർക്ക് ചെയ്യുന്ന ലീഡർമാരാക്കി വെക്കുക. അപ്പൊ ജാസ്മിയുടെ വരുമാനം ഒരു 10,000 രൂപയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് 20,000 ആക്കാൻ ജാസ്മി വർക്ക് ചെയ്തോളും. 20,000 ആയിക്കഴിഞ്ഞാൽ 50,000 ആക്കാൻ ജാസ്മി വർക്ക് ചെയ്യും. പിന്നെ എനിക്ക് അവിടെ നിങ്ങൾ മോണിറ്റർ മാത്രം ചെയ്താൽ മതി, വരുമാനം അവിടെ വന്നോളും. അതാണ് സ്ഥിര വരുമാനം. നല്ല വരുമാനം വാങ്ങിക്കുന്ന, ഒരു 10,000 രൂപക്ക് മേലെ വരുമാനം വാങ്ങിക്കുന്ന 3 ടീം ഉണ്ടെങ്കിൽ, 3 ടീമിലുള്ള ആൾക്കാർക്ക് 10,000-ന് മേലെ വരുമാനം ഉണ്ടെങ്കിൽ നമ്മളൊരു മോണിറ്റർ റോളിലേക്ക് മാറുക, കൺട്രോൾ ചെയ്യുക, താഴെ ഡെപ്തിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, ഡെപ്തിൽ പോയി വർക്ക് ചെയ്യുക. ഇപ്പം ജാസ്മിക്ക് മനസ്സിലാവും, ഞാൻ ശ്രീജയുടെ ടീമിൽ ജാസ്മിയോട് സംസാരിക്കുന്നു, അതുപോലെ നിങ്ങളുടെ ടീമിലെ ആൾക്കാരും അതാണ് ഞാൻ ഒന്ന് ഇരിക്കാൻ പറഞ്ഞത്, ഇരുന്ന് അവരായിട്ടൊന്ന് പരിചയപ്പെടാനും സംസാരിക്കാനും. ഇപ്പം ജാസ്മിയോട് എങ്ങനെയാണോ ഞാൻ സംസാരിക്കുന്നത് അതിനേക്കാളും റിലേഷൻഷിപ്പ് അവരിലേക്കും പോകും, അവരെ വളർത്തിക്കൊണ്ടിരും. അപ്പോൾ നിങ്ങളെ സേഫാക്കി നിർത്തണം, അതെൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ വരുമാനം സേഫ് ആകണമെങ്കിൽ നിങ്ങളുടെ ടീമിൽ പുതുതായി ജോയിൻ ചെയ്തിരുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, അവരെ ഒന്ന് ഉഷാറാക്കി ചാർജാക്കി ഇതിൽ നിലനിർത്തി പോകണം. അവർ നിർത്തിപ്പോകാതിരിക്കാൻ വേണ്ടി അവർ സപ്പോർട്ട് ചെയ്യണം. അവർ ഉഷാറായി നിൽക്കുമ്പോൾ ജാസ്മി ഒന്നും കൂടെ ഉഷാറാവുന്നുണ്ടോ, ജാസ്മി ഉഷാറാകുമ്പോൾ ശ്രീജ ഉഷാറായി വരുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. നമ്മൾ ഡെപ്തിൽ പോയിട്ട് വർക്ക് ചെയ്യണം. നിങ്ങളുടെ കൂടെ ഇവർ 5-10 പേര് വന്നു, 10 പേര് നല്ല ചാർജ് വന്നു, പെട്ടെന്ന് അവർ നിർത്തിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺ ആയി പോകും. നിങ്ങൾ ഡൗൺ ആയി കഴിഞ്ഞാൽ ശ്രീജ ഡൗൺ ആയില്ലേ, അത് ഞാൻ ഡൗൺ ആവും. അതാണ് ഇതിന് ഡെപ്തിൽ പോയി അവരെ ആ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൂടുന്നത്. അതിനാണ് എപ്പോഴും മീറ്റിങ്ങുകൾ വെക്കുന്നത്, എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറഞ്ഞത്, സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ ഇപ്പൊ ജാസ്മി ഇവിടെ നിൽക്കുക, ജാസ്മി ഇപ്പോൾ നല്ലൊരു വരുമാനം വിജയിക്കാൻ, നല്ല ഒരു വരുമാനം ഉണ്ടാക്കാൻ, ലൈഫിൽ രക്ഷപ്പെടുന്ന ആഗ്രഹിച്ച് വരുവാണ്. ചിലപ്പോൾ ആദ്യം വന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടും കാണാത്ത റിസൾട്ട് കാണാതിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു തോന്നൽ വരും, എന്തെങ്കിലും ഒരു ജോലിക്കും കൂടെ പോവുകയാണെങ്കിൽ ഒരു വരുമാനം അവിടെ കിട്ടുമല്ലോ, അപ്പോൾ കുറച്ചും കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ജോലി കണ്ടെത്തി, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് സാറേ. എന്തിനാണ് ജോലിക്ക് പോകുന്നത്? എന്നോട് പറയുന്ന എന്തായിരിക്കും അറിയോ, സാറേ ജോലിക്ക് പോകുന്നത് എന്തിനാ വെച്ചാൽ അപ്പോൾ എനിക്ക് സാധനം വാങ്ങിക്കാൻ പൈസ കിട്ടുമല്ലോ, അതിനാണ് ഞാൻ ജോലിക്ക് പോകുന്നവരെ. പല ആൾക്കാരുടെ ഒരു എക്സ്ക്യൂസസ് ആണ്, സാറേ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്, കാരണം എന്താ വെച്ചാൽ അപ്പോൾ എനിക്ക് സാധനം വാങ്ങിക്കാൻ ഇതിനകത്ത് പൈസ കിട്ടുമല്ലോ, ആരും ആശ്രയിക്കണല്ലോ. ഈ ഡയലോഗില്ലേ,
അത് റോങ് ആണ്. പല ആൾക്കാരും പറയുന്ന എക്സ്ക്യൂസ്, നിങ്ങൾക്ക് ജോലി ഇല്ല, നിങ്ങൾ വെസ്റ്റീജാണ് ചെയ്യുന്നതെങ്കിൽ ജോലി നോക്കാതിരിക്കുക. അല്ല, ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ അത് കളയാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ ആവുന്നുണ്ട് ഞാൻ പറഞ്ഞത്? ഒരാളുടെ മനസ്സിൽ ഇപ്പം ജോലിയില്ലാതെ വ്യക്തി വെസ്റ്റീജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ജോലി അന്വേഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാതിരിക്കുക. കാരണം പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരില്ല. എനിക്ക് നല്ല ശമ്പളമുള്ള ജോലി കളയാൻ മടിച്ചിട്ടാണ്, അഹങ്കാരമായി പോകുന്ന പേടിച്ചിട്ടാണ്. അല്ല, അഥവാ അബദ്ധത്തിൽ എനിക്ക് ബിസിനസ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്നോട് ആൾക്കാർ ചിരിക്കൂലേ? അവന്റെ അഹങ്കാരം കൊണ്ടാണ്, ആ ഇല്ല നല്ല ജോലിയും കളഞ്ഞിട്ട് അതിൽ പോയി പെട്ടിരിക്കുന്ന അറിയത്തില്ലേ? ആ ഒരു ഭയം കൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്യാൻ മടി കാണിച്ചത്. എപ്പോഴും ആലോചിക്കും, റിസൈൻ ചെയ്താലോ? കമ്പനിയിൽ എന്തെങ്കിലും ചെറിയ വഴക്ക് വരുമ്പോൾ ഞാൻ നല്ലോണം ചൂടാവും, അവരെന്നെ പറഞ്ഞു വിടാൻ വേണ്ടി. മനസ്സിലല്ലേ? ആ രീതിയിലാണ് ഞാൻ റിസൈൻ ചെയ്തത്. എനിക്കതിൽ ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം ജോലി ഇല്ലാതെ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ സ്പീഡ് കൂട്ടുക. ജോലിക്ക് പോയാൽ 5000 കിട്ടുന്നത് നിങ്ങൾ 5000-ന്റെ 10,000-ന്റെ ജോലിക്ക് പോയെങ്കിൽ പെട്ടെന്ന് സ്പീഡ് കൂട്ടി ഈ 10,000 വരുമ്പോൾ ഇതിനകത്ത് വാങ്ങിക്കുക. ഞാൻ ഇങ്ങനെ ഈ കാര്യം പറയാൻ കാരണം, ചില ആൾക്കാർ, ഒരുപാട് ആൾക്കാർ എനിക്ക് അങ്ങനെ മെസ്സേജ് അയക്കും, സാറേ എനിക്ക് വരുമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ ഞാൻ ജോലിക്ക് വന്നത്. ആ ജോലിയിൽ അവർ ഫോക്കസ് ആയിരുന്നു, ഫോക്കസ് മാറി. പിന്നെ അവരുടെ മനസ്സിൽ ആ ജോലി സ്ഥലത്തുള്ള സ്ട്രെസ്സും, അതിനുശേഷം വീട്ടിൽ വന്നിട്ടുള്ള വീട്ടിലെ ജോലിയും, ഇടയ്ക്ക് ലീവ് കിട്ടി കറങ്ങാൻ പോക്കും, അതിലങ്ങ് പോകും. ആ ബിസിനസ് പോയി, പിന്നെ നോക്കണ്ട. എന്താ സംശയമുള്ള റസീനൊക്കെ? ആ എന്റെ സംശയം ഹലോ സാറേ. പറയൂ. ഹലോ. പറയൂ. സാറ് പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഞാൻ ഈ ജോലി ഉള്ളവരുണ്ടേ ഒരു കാര്യത്തിന് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, ഒരു മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്നത് പറ്റണില്ല. കാരണം നമുക്ക് പള്ളിയിലായതുകൊണ്ടേ ആ കറക്റ്റ് അവിടെ ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നം. അതായിരുന്നു ഒരാൾക്കാരെ സമീപിക്കാൻ. ഇപ്പൊ ഞാൻ എന്റെ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നേരിട്ട് പോയി കണ്ടപ്പോ അവരൊക്കെയാണ് ചേരും. അപ്പൊ അവരെ പോയി സമീപിക്കാൻ പറ്റണില്ല, അതിനുള്ള സമയം കിട്ടണില്ല, അതാ വിഷയം. അത് ഇപ്പം ജോലി എന്ന് പ്രശ്നം, ജോലി ചെയ്തോ, ജോലി ചെയ്തു പോയി. പക്ഷെ നമ്മളെന്താ പറയുക, മാക്സിമം എവിടെ സമയം ഫ്രീ കിട്ടും ആ സമയം അത് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ആ അങ്ങനെ ഞാൻ ചെയ്തു പോയാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വർക്കാണ്, പെർഫെക്റ്റ് വർക്കാണ്. ഒന്ന് ആ ഇക്കാര്യം ഉള്ളിൽ നല്ല വിശ്വാസമുണ്ട്, വെസ്റ്റീജിലും വിശ്വാസമുണ്ട്, പ്രൊഡക്റ്റിലും വിശ്വാസമുണ്ട്, ടീമിലും വിശ്വാസം. ആ വിശ്വാസമാണ് ഈ ബിസിനസ് നമ്മൾ വിജയിപ്പിക്കുന്നത്. അ- അതെ അതെ. നമ്മുടെ ഉള്ളിൽ ആ ചെറുതായിട്ടെങ്കിലും ഒരു ആ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ചെറുതായിട്ടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പാടാണ്. ഇന്നിൽ അതെ 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 പല ആൾക്കാരുടെ വാക്കിൽ എനിക്ക് നെഗറ്റീവ് കാണുന്നുണ്ട്. പല ആൾക്കാരുടെ അതെ. സംസാരത്തിന് അത് ആ നെഗറ്റീവ് വെക്കാതിരിക്കുക. നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ഉയരില്ല. ഉം 100% നിങ്ങൾ ഉള്ളിലോട്ട് വെസ്റ്റേജ് കയറ്റി വെക്കൂ. ഉള്ളിൽ വെസ്റ്റേജ് അതെ ഉണ്ടെങ്കിൽ അതെ അത് മാത്രമേ വേണ്ട, വിജയിക്കത്തുള്ളൂ. അത് വേണം, അത് വേണം. അതെ. കാരണം നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് നമുക്ക് പൂർണ്ണമായ വിശ്വാസമില്ല എങ്കിൽ നമുക്ക് റിസൾട്ട് വരത്തില്ല. അത്രക്കും ആ രക്തത്തിൽ അലിഞ്ഞിരിക്കുക എൻ്റെയൊക്കെ വെസ്റ്റേജ്. അതുകൊണ്ടാണ് എനിക്ക് വിജയം വരുന്നത്, പ്രശ്നങ്ങളില്ലാതെ പോകുന്നത്. അതെ അതെ. കൂടുതൽ ഉം. വിശ്വസിക്കും എല്ലാവരും. റസീന എന്താ ഡൗട്ടില്ല? എങ്ങനെയാണ് വേഗത കൂട്ടുക ചോദിക്കാൻ. ഏത്? നമുക്കേ ആ എങ്ങനെയാണ് വേഗതയിൽ ജോലിക്ക് പോവാതെ വരുമാനം ഉണ്ടാക്കുക പറയുന്നത്, വേഗതയിൽ വേഗത വരുമാനം കൂട്ടിയാൽ. കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ജോലിയിൽ പോയാൽ എന്താ ചെയ്യുക റസീന, അതിവിടെ ചെയ്താണ്. അല്ല, റസീനക്ക് ഇപ്പോൾ ഒരു ജോലി കിട്ടിയെന്ന് വെച്ചോ, നല്ലൊരു നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ പണി കിട്ടി. ജോലി സമയം രാവിലെ 8 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. 8 മണിക്കാണ് റസീനക്ക് ജോലി സ്ഥലത്ത് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാലും ഒരു 7:30, അടുത്താണെങ്കിൽ 7:30 ഇറങ്ങും, കുറച്ച് ദൂരമാണെങ്കിൽ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, അല്ലേ? ഉം. അല്ലേ? ആന്ന് പറയും. ഉം. ആ ആ, അപ്പൊ ഈ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ? 5 മണിക്ക് എഴുന്നേറ്റ് നേരത്തെ എണീച്ച് വീട്ടിൽ പണി തീർക്കും. എല്ലാ പണിയും തീർത്ത് നിങ്ങൾക്ക് 8 മണിക്ക് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് തുണി അലക്കണമെങ്കിൽ അതും രാവിലെ അലക്കും, അടിച്ചു വാരി വൃത്തിയാക്കണം അതും ചെയ്യും, മക്കളെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഇതെല്ലാം ഈ 7 മണിക്ക് മുകളിൽ നിങ്ങൾ ചെയ്ത് ഓടി പടച്ച് ബസ് പിടിച്ച് ജോലി സ്ഥലത്ത് പോകും. 6 മണി വരെ അവിടുന്ന് പെടുപട പടച്ച് പണിയെടുത്ത് എല്ലാ പണിയും തീർത്ത് അവിടുന്ന് പണിയെടുക്കുമ്പോൾ മുഴുവൻ കോൺസെൻട്രേഷൻ രാത്രി വീട്ടിൽ പോയിട്ടുള്ള അടുക്കള പണി കാര്യങ്ങളും മക്കളെ കാര്യമായിരിക്കും ചിന്ത മുഴുവൻ. 6 മണി ജോലി കഴിഞ്ഞ് ഓടി വന്ന് വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീർത്ത് പറ്റും ഒരു സീരിയലും കൂടെ കണ്ട്, ഒരു ടി വിയും കൂടെ കണ്ട് ചാടിയിരിക്കും നമ്മൾ, അല്ലേ? എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്, സമയമില്ലേ? അതിനെ പോലെ റസീന ചെയ്യേണ്ടത് 5 മണിക്ക് എഴുന്നേൽക്കുക, വീട്ടിലെ പണി തീർക്കുക. 8 മണിക്ക് എനിക്ക് ജോലിക്ക് പോകാനുണ്ട്, അതുകൊണ്ട് 8 മണിക്ക് മുന്നേ വീട്ടിൽ എല്ലാ പണിയും തീർക്കുക. 8 മണിക്ക് ബുക്ക് എടുത്ത് ഇരിക്കുക, എസ്റ്റേജിന് കൊണ്ട് വർക്ക് ചെയ്യുക. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി വരെ
നിങ്ങൾ ഒന്നുകിൽ പുറത്തിറങ്ങി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് ഈ വാട്സപ്പ് വഴി ചങ്ങായിമാരെ കണ്ടിച്ചോ പുറത്തിറങ്ങി വർക്ക് ചെയ്യാൻ പറ്റും, ഏറ്റവും ബെസ്റ്റാണ്. എത്രയും പെട്ടെന്ന് പ്രസന്റേഷൻ പഠിക്കുക, ഒരു വ്യക്തിയോട് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ പഠിക്കുക, ഇറങ്ങുക, ഒരു 5 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക, 5 പേരോട് പോയി പ്രസന്റേഷൻ പറയുക, ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുക, പറയുമ്പോൾ കോൺഫിഡൻറ്റ് പറയുക, ഡെയിലി പറയുക. റിജക്ഷൻ വന്നോട്ടെ, നോ കേട്ടോട്ടെ, കളിയാക്കിക്കോട്ടെ, ആള് പറയും ഇവർക്ക് ഭ്രാന്താണെന്ന് പറയും, ഭ്രാന്താന്ന് പറഞ്ഞോട്ടെ, എന്നാലേ നിങ്ങൾ വിജയിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു 5-10 ജോയിനിങ് വരും. ആ 5-10 ജോയിനിങ് ആണ് ഈ സൂമിലേക്ക് മീറ്റിംഗുമായിട്ട് നമ്മളായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളില്ലെങ്കിലും അവർ വർക്ക് ചെയ്യും. ഇല്ലേ? റസീനെ കൊണ്ടുവന്ന് അപ്ലൈനേക്കാളും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നില്ലേ? ഇല്ല, മെസ്സേജ് അയക്കുന്ന സംസാരിക്കുക. ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വളർത്തിക്കൊണ്ടുപോവുക. നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരും അതേപോലെ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ അവർ ഓട്ടോമാറ്റിക് ബിസിനസ് ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് കണ്ടിന്യൂ ആക്ഷനാണ്. കണ്ടിന്യൂ ആക്ഷൻ ചെയ്താൽ റിസൾട്ട് വരും. വല്ലപ്പോഴും കൂടി ഒരാളോട് പറയുന്നു, അയാൾ ഐഡിയ എടുക്കുന്നു, അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നവരെ കാത്തുക്കുന്നു, 2 മാസം കാത്തുക്കുകയാണെങ്കിൽ 5 വർഷം വരെ നിങ്ങൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും, നിർത്തിപ്പോകും. അതുകൊണ്ടാണ് പറഞ്ഞ് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ 4.5 വർഷമായിട്ട് ഇന്ന് വരെ ഒരു ആക്ഷനും എൻ്റെ കുറഞ്ഞിട്ടില്ല. സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറക്കാറില്ല. നിങ്ങളും ചെയ്യേണ്ടത് അങ്ങനെ തന്നെ. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ജോലി എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ വർക്ക് ചെയ്യും. ഹാർഡ് വർക്ക് ചെയ്യൂ, ഹാർഡ് വർക്കിനെ സ്മാർട്ട് വർക്കാക്കി മാറ്റും. റസീന ചെയ്യേണ്ടത് നിങ്ങൾ രാവിലത്തെ എല്ലാ പണിയും തീർക്കുക, ബ്രേക്ക്ഫാസ്റ്റും എല്ലാ കാര്യങ്ങളും, ഉച്ചക്കത്തെ ചോറും കറി നേരത്തെ അലക്കാനുണ്ടെങ്കിൽ നേരത്തെ അലക്കി വെക്കുക. പിന്നെ ആ പണിക്ക് കയറരുത്, അടുക്കളയിലേക്ക് പോകരുത്, അവിടെ എല്ലാം റെഡി ആയിരിക്കണം. ബുക്ക് പേപ്പർ എടുത്ത് ഇരിക്കുക, 10 പേരുടെ പേര് എഴുതി വെക്കുക, ചങ്ങായിമാരുടെ പേര് എഴുതി വെക്കുക, അവരെ വിളിച്ച് കട്ടൊക്കെ സംസാരിക്കുക, നല്ല രീതിയിൽ ഹാർഡായി സംസാരിക്കുക. റസീനയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇവളാകെ മാറിയല്ലോ, കാര്യമായിട്ട് എന്തുവാണ് ചെയ്യുന്നത് തോന്നില്ല. അല്ലാതെ എടാ ഞാൻ ചെറിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്ത് നീ എൻ്റെ കൂടെ ചേരുമോ, അപ്പോൾ തന്നെ മനസ്സിലായി ഇവളെന്തോ ഉടായിപ്പോയിട്ട് വന്നിട്ടുണ്ട്, ഇവളെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവൾക്ക് എന്തോ കാര്യമുണ്ട്. അങ്ങനെയല്ല, നിങ്ങളുടെ വാക്കിലുണ്ടാവുന്ന കോൺഫിഡൻറ്റ്, ആ രീതിയിൽ സംസാരം നമുക്ക് വേണം. വേണമെങ്കിൽ നിനക്കൊരു വരുമാനത്തോട് താല്പര്യമുണ്ടെങ്കിൽ 1 മണിക്കൂർ കേൾക്കാനുള്ള മനസ്സ് കൊടുക്കുക, ആ രീതിയിൽ മനസ്സ് കൊടുക്കുക. അല്ലാതെ എൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇനി എൻ്റെ കൂടെ ചേരുമെന്ന് വെച്ചാൽ തന്നെ ആ വാക്ക് തന്നെ ഉണ്ട്, എൻ്റെ പൈസ കൊണ്ട് അവർക്ക് എന്നെ കൊണ്ട് സാധനം വാങ്ങിപ്പിച്ച് വരുമാനം ഉണ്ടാക്കാൻ നടക്കുന്ന ആളെന്ന് പറയും. ക്ലിയർ ആവുന്നുണ്ടോ? അല്ല എങ്കിൽ ഒരു 10 കസ്റ്റമറെ ക്രിയേഷൻ ചെയ്ത് ഒരു പേസ്റ്റും സോപ്പും വാങ്ങിച്ചിട്ട് ഒരു 10 പേരെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുത്ത് അവരുടെ വീട്ടിൽ ഒന്നും കൂടെ പോയി രണ്ടാമത്തെ സോപ്പും പേസ്റ്റ് കൊടുക്കാനും വേറെ എന്തെങ്കിലും സാധനം കൊടുത്ത് അവർ കസ്റ്റമറാക്കി മാറ്റിയതിന് ശേഷം അവരോട് പറയുക ഇതിൻ്റെ അകത്ത് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും, വൗച്ചർ കിട്ടും, ക്യാഷ് ബാക്ക് കിട്ടും, വരുമാന മാർഗം കൊണ്ട് ഒരു ഐഡിയ എടുത്ത് നിൻ്റെ ഐഡിയ തന്നെ പർച്ചേസ് ചെയ്ത് പറഞ്ഞ് അവരെ പതുക്കെ 1000 രൂപയുടെ സാധനമാക്കി കഴിഞ്ഞാൽ ഇതൊരു ആക്റ്റീവ് മണിയായിട്ട് മാറും. അവർ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാവും. അവർ ബിസിനസ്സിലേക്ക് വന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മാത്രമേ വരുമാനം കിട്ടത്തുള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടുന്നത് ടീമിൽ വർക്ക് ചെയ്യുന്ന, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന, അവരും പുതിയ ജോയിനിങ് ഒക്കെ ആക്കുന്ന ടീം ലീഡേഴ്സാണ് നമുക്ക് വേണ്ടത്. അതാണ് എപ്പോഴും നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രൊഡക്റ്റ് സെല്ലിങ് ബിസിനസ് അല്ല, ആൾക്കാർ ചേർക്കുന്ന ബിസിനസ് അല്ല, ലീഡർഷിപ്പ് ക്രിയേഷനാണ്. ലീഡർഷിപ്പ് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന വ്യക്തിയെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക, അവരെ പഠിപ്പിക്കുക, അവരെ കൂടെ വന്നിരിക്കുന്ന വ്യക്തിയെ പഠിപ്പിക്കുക, അതിന് താഴെ വന്ന വ്യക്തിയും പഠിപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലൊരു വാക്കുണ്ട് നമ്മൾ പറഞ്ഞത്, ലേൺ. നിങ്ങൾ ആദ്യം പഠിക്കുക, ആ പഠിച്ച കാര്യം നിങ്ങൾ ചെയ്യുക, ഡു. അതിനുശേഷം നിങ്ങൾ കൂടെ വന്ന വ്യക്തിയെ പഠിപ്പിക്കുക, ലേൺ, ഡു, ടീച്ച്. പിന്നെ ഒന്നും കൂടി ഉണ്ട്, അവരെ നിങ്ങളെ കൂടെ വന്ന വ്യക്തിയെ പഠിപ്പിച്ചതിന് ശേഷം അവരുടെ താഴെ വന്നവരെ പഠിപ്പിക്കാനും കൂടെ ഇദ്ദേഹത്തിനെ പഠിപ്പിക്കുക. ലേൺ, ഡു, ടീച്ച്, ടീച്ച് ടു ടീച്ച്. പഠിപ്പിക്കാനും കൂടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പാസീവ് ഇൻകത്തിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത്, പല ആൾക്കാർക്കും നമ്മൾ ചിലപ്പോൾ കുറച്ച് സൈലൻ്റ് ആയ വ്യക്തിയായിരിക്കും, നമ്മൾ താഴെ വന്ന വ്യക്തി പറക്കുന്ന അടിപൊളി ഭയങ്കര സംസാരിക്കുന്ന നല്ല ലീഡർഷിപ്പുള്ള വ്യക്തിയായിരിക്കും. അപ്പം നമ്മുടെ മനസ്സിൽ അയ്യോ ഞാൻ കൊണ്ടുവന്ന ആൾ ഭയങ്കര സംഭവമാണ്, പിന്നെ ആടെ പാര വെക്കാനും അതിന് കഥയുണ്ടാക്കാനും ഇതൊക്കെയാണ് ഉണ്ടാവുക. നല്ലൊരാൾ ലീഡർഷിപ്പുള്ള ആൾ താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, സന്തോഷിക്കുക, അവരെ എഡിഫൈ ചെയ്യുക, അവരെ നല്ലോണം പൊക്കി കൊണ്ടുവരിക. നന്നായി സംസാരിക്കുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ട്, നല്ല പ്രസൻറ്റേഷനാണ്, എഡിഫൈ ചെയ്യുക, അവരെ പ്രസൻറ്റേഷനിലേക്ക് കൊണ്ടുവരിക. പ്രസൻറ്റേഷനിലേക്ക് മാത്രം എഡിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ ചങ്ങായി അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, എല്ലാവരും നല്ല അഭിപ്രായം പറയും. അപ്പോൾ നല്ലോണം പ്രസൻറ്റേഷൻ മാത്രം പഠിച്ച് നല്ല ഡയലോഗൊക്കെ പഠിച്ച് വന്ന് പ്രസൻറ്റേഷൻ ചെയ്യും, പക്ഷേ ടീം ഉണ്ടാവില്ല.
അതേപോലെ ടീം ഉണ്ടാക്കാൻ അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിക്കണം. അദ്ദേഹം ടീമും കൂടി ഉണ്ടാക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ആ എഡ്യൂക്കേഷൻ കുറേ കാലം കഴിയുമ്പോൾ വരുമാനം കിട്ടാതിരിക്കുമ്പോൾ അദ്ദേഹം നിർത്തിപ്പോകും. അപ്പം അപ്പം നമ്മൾ ഈ കാണുന്ന ആൾക്കാരായിരിക്കും, അൻസാർഭായിരിക്കും, അവർ ഭയങ്കര പ്രസന്റേഷൻ ചെയ്യുന്ന വ്യക്തി കേട്ടോ, അവർക്കൊക്കെ നല്ല വരുമാനം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നിർത്തി പോകുന്ന സമയത്ത് അൻസാർഭായി മനസ്സിൽ പോകും, അവർ നിർത്തിയോ, അപ്പം ഇതിനകത്തൊന്നും കിട്ടൂലേ, നമ്മുടെ ഉള്ളിൽ തന്നെ ടെൻഷനായി വരും. അതാ പറഞ്ഞ ആദ്യം നമ്മൾ 100% ഇതിന് വിശ്വസിക്കുക. ഈ ഗ്യാരണ്ടിയോടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ആർക്കെങ്കിലും വെസ്റ്റേജിൽ വെച്ച് വരുമാനം കിട്ടിയില്ല പറഞ്ഞാൽ എന്നോട് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നു. ക്ലിയർ? അത്രയും എനിക്ക് 100% ഗ്യാരണ്ടിയാണ്. വെസ്റ്റേജ് കമ്പനി സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വരുമാനം കൊടുക്കുന്ന കമ്പനിയാണ്. ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ വാങ്ങിച്ചു തരാം, നിങ്ങൾ ID നമ്പർ പാസ്വേഡും പറ, നിങ്ങൾ എല്ലാ മാസത്തെ വരുമാനം ഞാൻ വാങ്ങിച്ചു തരാം എന്ന് ധൈര്യമായിട്ട് പറഞ്ഞു. അവർക്ക് ID നമ്പറും ഉണ്ടാവില്ല, പാസ്വേഡും ഉണ്ടാവില്ല, അത് അറിയത്തുമില്ല കേട്ടോ. 100% ആരോട് ചലഞ്ച് സംസാരിച്ചു വെസ്റ്റേജിൽ വന്ന് സാധനം എന്തെങ്കിലും വാങ്ങിച്ചില്ല, അദ്ദേഹത്തിന് വരുമാനം കിട്ടിയില്ല പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു തരാം, നിങ്ങൾ ID നമ്പർ പാസ്വേഡും കാണിച്ചിട്ട് നോക്കട്ടെ എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാവും. അതിന് നമ്മൾക്കുള്ളിൽ വിശ്വാസം വരും. ക്ലിയർ? ഓക്കെ ഓക്കെ അല്ലേ എല്ലാവരും? സാറേ സാറേ പറയൂ, സാറേ ഹലോ. പറഞ്ഞു കേൾക്കാം. ആ, നമ്മളെ ഞാൻ ഇപ്പൊ എന്റെ ഒരു മനസ്സിൽ കണ്ടാണ് കേട്ടോ, ആ നമ്മളൊരു അത്ര കച്ചവടക്കാരനെ പോലെ ആവണമെന്നുള്ളതാണ്. അത്രേ സെന്റ് കച്ചവടക്കാരനെ, ആ സെന്റ് കച്ചവടക്കാരന് അവരുടെ കയ്യിൽ എല്ലാ സെന്റും കയ്യിലുണ്ടാവും. അപ്പൊ ആ സെന്റ് എടുത്ത് ഓരോന്ന് ഇങ്ങനെ തൊട്ട് മനസ്സിൽ വെച്ചിട്ട് ഇതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതുകൊണ്ടാ മേടിപ്പിക്കണമല്ലോ. ആ എന്ന് പറഞ്ഞ പോലെ ഈ നമ്മളൊരു സാധനം നമ്മുടെ ഈ സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിലേ ഇത് അവർക്കാണ് കൊടുത്തിട്ട് ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്ക്, ഉപയോഗിച്ചിട്ട് പറ്റിയില്ലെങ്കിൽ ആ സാധനങ്ങൾ തിരിച്ചു തന്നേക്ക്, ഞാൻ കൊണ്ടുപോയിക്കോളാം. അപ്പൊ തന്നേന്റെ കാശ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ആ കാശ് തിരിച്ചു തരാമെന്നും പറഞ്ഞ് ഞങ്ങളതിൽ നമ്മൾ സാധനം കൊടുത്തിട്ട് അവരെ കൊണ്ട് ഉപയോഗിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എന്റെ ഒരു അഭിപ്രായം. അല്ല നമ്മള് വാഗോണ്ട് പറഞ്ഞാലൊന്നും അവരങ്ങോട്ട് കേറൂല. അല്ല, അത് നമുക്ക് കുറച്ച് ആൾക്കാരെ ചെയ്യാൻ പറ്റും. നമ്മൾ പരിചയക്കാരിൽ ഇപ്പൊ ഈ കരീംക ആ ചെയ്യുന്ന കാര്യം പരിചയക്കാരെ നമ്മൾ പരിചയക്കാരിൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. എന്റെ ബിസിനസ് സിംഗപ്പൂരും മലേഷ്യയിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എത്തിയത് അതെ ഞാൻ ഓൺലൈൻ വഴി ടീം ഉണ്ടാക്കിയതാ. ഓ ആ കരീംക്ക് അവിടെ ചിന്തിക്കുന്നത് ദിലീപേട്ടനാണ് കരീംക്കിനെ കൊണ്ടുവന്നത്. ദിലീപേട്ടൻ വേറെ സ്ഥലത്താ ഉള്ളത്, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അതെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതെ അതെ അതുകൊണ്ടാണ് അതെ കരീംക്കിന്റെ ബിസിനസ് എത്തിയത്. നമ്മൾ അതെ അയൽവക്കക്കാർക്ക് മാത്രം നിന്ന് കഴിഞ്ഞാൽ ഇതിൽ വേറൊരു പ്രശ്നം വെച്ചാൽ എല്ലാ ചങ്ങായിമാരും ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും നല്ല ചങ്ങായിമാരെ കണ്ടിരിക്കുന്ന കരീംഖാന്റെ ഫ്രണ്ട്സാണ്. അവരെ നല്ല വിശ്വാസത്തിൽ. അതെ എനിക്കും അങ്ങനത്തെ ഫ്രണ്ട്സ് ഇല്ല, ഇതിൽ പല ആൾക്കാർക്കും അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉം. എതിർപ്പ് പോകുന്ന ആൾക്കാർ മാത്രമേ നമുക്ക് ചങ്ങായിമാരായിട്ടുള്ളൂ. കരീംഖാന്റെ എല്ലാ ആൾക്കാരും നല്ല ചങ്ങായിമാരാണ്. ഉണ്ടാവും. ഓക്കെ, അതെ അതിൽ അതെ എല്ലാവർക്കും അതുപോലെ റിലേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആർക്കും പറ്റത്തില്ല കരീംഖ ചെയ്യുന്ന പോലെ കാര്യം. ഇതിനകത്തിൽ ഒരാൾക്കും ആ കാര്യം ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കരീംഖക്ക് മാത്രമേ അത് പറ്റിയിട്ടുള്ളൂ. അത് ഞാൻ 4.5 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. 4.5 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് കരീംഖയുടെ കൂടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും അത്രക്കും വിശ്വാസതയോട് കാണിക്കുന്നുണ്ട്. നമ്മളുടെ ചങ്ങായിമാരൊക്കെ എന്ത് ചങ്ക് പറിച്ചു കൊടുത്തപ്പോൾ ഇത് ചെമ്പരത്തി പോലെ ചുവപ്പ് കളർ കാണുന്നുണ്ടെന്ന് പറയാം ആൾക്കാർ. അതാണ് നമ്മളെ ചങ്ങായിമാർ. ഇത് ചെമ്പരത്തി പൂ മോനെ ചുവപ്പ് കളർ ഉണ്ടെന്ന് പറയും. അതാണ് എൻ്റെ ചങ്ങായിമാരൊക്കെ. അത് തന്നെയാണ് ഇവരിൽ പല ആൾക്കാരും ചങ്ങായിമാർ അങ്ങനെ തന്നെയാണ്. കാണുമ്പോൾ ചിരിക്കും, വർത്തമാനം പറയും, എല്ലാം സംഭവമാണ്. കാര്യത്തോടെടുക്കും മാത്രമേ അവരങ്ങ് മാറി നിൽക്കത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ അധികം ഫോക്കസ് ചെയ്യേണ്ട. അവർ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ബിസിനസ് ചെയ്യാം. അവർ വരുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന മറ്റുള്ള ടീമിനും കൂടി ഇവരെ കൂടി ഇട്ട് ഇവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കാം. ആ രീതിയിൽ അവർ കണ്ടാൽ മതി കേട്ടോ. അവർ വന്നോട്ടെ, അവർ ജോയിൻ ചെയ്തോട്ടെ. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് സ്ട്രേഞ്ചേഴ്സിനും കൂടെ ഫോക്കസ് ചെയ്യുക. പുറത്ത് വെച്ച് കാണുന്ന ആൾക്കാർ ഫോക്കസ് ചെയ്യുക. ഇപ്പം പുറത്ത് പോവാണ്, ഇപ്പോൾ വണ്ടിയിൽ പുറത്ത് പോകുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും പുറത്തുള്ള ഇക്കൊക്കെ തീരെ പരിചയമില്ല, പക്ഷേ ഏതെങ്കിലും പള്ളിയിലുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ ഉസ്താദായിരിക്കും, അവരോടും പറയാം ഈ ഓപ്പർച്യൂണിറ്റി. കാരണം അവർ കാണുന്നത് ബിസിനസ്സാണ്. അവർ ബിസിനസ് കണ്ടിച്ചാൽ പറ്റും കേട്ടോ. ഇക്കടെ എക്സ്പീരിയൻസിൽ ആരോട് പറഞ്ഞാലും ജോയിൻ ചെയ്യുക. നിങ്ങളുടെ അത്രയും എക്സ്പീരിയൻസിൽ നല്ല നോളജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അത്രയാണ്. നല്ല നോളജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ 2 ആഴ്ച കൊണ്ട്. അത് ഒരു മീറ്റിംഗ് മിസ്സാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആരോട് വഴിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാലും അവിടെ നിർത്തുക, സംസാരിക്കുക, കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇക്കഴിഞ്ഞ് പഠിക്കേണ്ടത് ഐഡിയ എടുക്കാൻ എങ്ങനെയെന്ന് പഠിക്കണം. ഐഡിയ എടുക്കുന്നത് എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ആ കണ്ട വഴിയിൽ നിന്ന് അവൻ ഐഡിയ എടുത്ത് ജോയിൻ ആക്കാൻ പറ്റും. അതിനുശേഷം
അതൊന്ന് പഠിച്ചോണ്ടിരിക്കാൻ എനിക്ക് അറിയില്ല. അത് അതാ ഞാൻ വിഷയം. അത് നീതോട് ഞാൻ പറഞ്ഞ അതിന്റെ ഒരു വീഡിയോ അയച്ചു തരാൻ പറയാം. അത് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഐഡിയ എടുക്കുക. പിന്നെ നമുക്ക് ആ ഏതെങ്കിലും ഷോപ്പിൽ എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ പൈസ വാങ്ങിച്ച് ഗൂഗിൾ പേ ചെയ്ത് ഷോപ്പിൽ പൈസ അയച്ചു കൊടുത്തിട്ട് സോപ്പോ പേസ്റ്റ് ബില്ലടിച്ച് ഐഡിയ ആക്ടിവേഷൻ ആക്കി വെക്കാൻ പറ്റും. ആ ആ ആ ഓക്കെ, അപ്പൊ ഐഡിയ ആക്ടിവേഷൻ ആയി. പിന്നെ കൺസിസ്റ്റൻസിയിലേക്ക് അവർ കൊണ്ടുവന്നാലും മതി ആ കേട്ടോ. ആ എപ്പോഴും കയ്യിൽ ഒരു ചെറിയ 2-3 സോപ്പും പേസ്റ്റും കയ്യിലുണ്ടെങ്കിൽ ഐഡിയ അവിടെ തന്നെ ആക്ടിവേഷൻ ആ ആയി. അത് വേണം. അതാ പറഞ്ഞു. അത് അതാ ചെയ്ത് വേണം. അതാ പറഞ്ഞു. അതാ വേണം. ആ അപ്പോൾ ചങ്ങായിമാർ എന്തായാലും വന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കാണുന്നത് ആ പുതിയ വ്യക്തികൾ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. പുതിയ വ്യക്തികൾ ഐഡിയ എടുക്കുമ്പോൾ ഈ ചങ്ങായിമാരുടെ താഴെ ജോയിൻ ആക്കി കൊടുക്കുക. ജോലികളോ? ആ അതന്നെ അതന്നെ. ഓക്കെ, അവരൊന്ന് പ്രതീക്ഷിച്ച് വർക്ക് ചെയ്യണ്ട. അവർ വന്നോട്ടെ, അവർ കൂടെ നിൽക്കട്ടെ, അവരെ ആ സപ്പോർട്ട് ചെയ്ത് അവർ വരുമാനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വരാതെ ചങ്ങായിമാരും കളിയാക്കിയ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങുന്നത്. വരാൻ തോന്നുന്നു. അതെ അതെ. ഓക്കെ, സമയമായി. ശരി. ഓക്കെ അല്ലേ? എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇന്നലെ ഉണ്ടായ 85 പേര് ഇന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, ഈ 85 പേരാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? 150 പേര് 200 പേര് മീറ്റിംഗ് കയറാറുണ്ട്. രാവിലെ ആയതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരും ഉണ്ടാവും. എനിവേ, നമ്മൾ ഫോക്കസ് ചെയ്യുക, സ്പീഡായി വർക്ക് ചെയ്യുക. ജോലിക്ക് കയറിയിരിക്കുകയാണ്, ചായ കുടിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഇറങ്ങിക്കോ. ഓൺലൈൻ വഴിയോ ഓഫ്ലൈൻ വഴിയോ നേരിട്ട് പോയി കാണാൻ പറ്റും, നേരിട്ട് പോയി കണ്ടോ, സംസാരിച്ചോ. സ്പീഡ് കൂട്ടി വർക്ക് ചെയ്യുക. സമയം മാക്സിമം എടുക്കുക. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കരുത് കേട്ടോ. ഇലക്ഷൻ വർക്കൊക്കെ ഉണ്ടാവും, അവർ ചെയ്തോട്ടെ, അവർ വിജയിച്ചോട്ടെ, നമുക്ക് അതിന് സമയമില്ല. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇലക്ഷൻ വർക്കിന് വിളിക്കും, നമുക്ക് കറങ്ങാൻ പോകേണ്ട ആൾക്കാരൊക്കെ വോട്ട് പിടിക്കാൻ പോകണ്ടേ, ഇതൊക്കെ പോയി അവർ പോയിക്കോട്ടെ. രാഷ്ട്രീയക്കാരെ വഴിക്ക് പോട്ട്, ഓരോ ഓരോ വഴിക്ക് പോട്ടെ. നമ്മൾ നമ്മുടെ ബിസിനസ്സായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യട്ടോ. ഇപ്പോൾ ഒരാൾ വിളിക്കുകയാണ്, അൻസാർ ഭായിനെ വിളിക്കുക, ഇലക്ഷൻ വർക്കിന് വേണ്ടേ, എനിക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞേക്കുക. നിങ്ങൾ ജോലി ഇല്ലാത്ത വ്യക്തിയാണ്, ജാസ്മിൻ ജോലിക്കൊന്നും പോകാതെ വിട്ടമ്മയാണ്. ഒരാൾ ഇലക്ഷൻ വർക്കിന് വിളിക്കുന്നത്, എനിക്കിന്ന് വർക്കുണ്ട് എന്ന് പറയാം. അപ്പോൾ അവർ എന്ത് വർക്കാണ് ഇവർ ചെയ്യുന്നത്? അല്ല, ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത്രയേ പറയേണ്ട ആവശ്യം. നമ്മൾ വെറുതെ ഇരിക്കുന്ന ആളാന്ന് തോന്നരുതായിരിക്കും. നമ്മൾ ഫുൾ ബിസിയാണ് നമ്മൾ ഓൾറെഡി. ആർക്കും സമയം ഉണ്ടാകത്തില്ല. ഇത് ഇങ്ങനെ ഞാൻ ഇന്ന് ഈ ഒരു കാര്യം കൂടെ പറയാൻ കാരണം വെച്ചാൽ, ഇന്നലെ എന്നോട് 2-3 ആൾക്ക് വർക്ക് ഈ കാര്യം പറഞ്ഞു, എനിക്കൊരു ജോലിക്ക് ഞാൻ ശ്രമിക്കുന്ന സാറേ, ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ സാധനം വാങ്ങിക്കാൻ പൈസ കിട്ടുമല്ലോ. അല്ല ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സാധനം വാങ്ങിക്കാൻ പൈസ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ജോലിക്ക് പോകണ്ട കേട്ടോ. സാധനം വാങ്ങിക്കാൻ പൈസക്കാണെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകണ്ട. നിങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, വെസ്റ്റിലുള്ള വരുമാനം കിട്ടാൻ കുറച്ചും കൂടി സമയം എടുക്കുന്നില്ല, അവർ ഇതുകൊണ്ടാണെങ്കിൽ നിങ്ങൾ ജോലി പോയിക്കോ. കാരണം പട്ടിണി കിടന്നിട്ടൊന്നും ബിസിനസ് ചെയ്യേണ്ട. ജോലിക്ക് പോയി വരുമാനം ഉണ്ടാക്കുക. പക്ഷെ നിങ്ങളുടെ ഫോക്കസ് അതാവാൻ പാടില്ല. ജോലി തൽക്കാലം അരി വാങ്ങിക്കാനുള്ള, മക്കളെ പഠിപ്പിക്കാനുള്ള പൈസ കാര്യങ്ങളും പോകേണ്ടത്. നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ വെസ്റ്റേജിലാവണം. ഇല്ലെങ്കിൽ ഈ പോകുന്ന ജോലി എത്ര കാലം ചെയ്യുമോ എന്നറിയത്തില്ല. 5000-10,000 ആണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ 5000-10,000 കിട്ടുന്നത് കൂടത്തില്ല. എൻ്റെ വൈഫ് എനിക്ക് തന്ന ഗ്യാരണ്ടിയാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തത്. അവൾ പറഞ്ഞു, ഇപ്പോൾ കൊടുക്കുന്ന വാടകയും മക്കളുടെ ഫീസൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. പക്ഷെ 5 വർഷം കഴിയുമ്പോൾ എനിക്ക് റെസ്റ്റ് ചെയ്യണം. 4.5 വർഷമായി. 6 മാസം കൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് റെസ്റ്റ് കൊടുക്കണം. അതിനുവേണ്ടിയാണ് ആ ഗ്യാരണ്ടിയാണ്. 5 വർഷം വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ജോലി റിസൈൻ ചെയ്ത് തയ്യാറായത്. അതുകൊണ്ട് ഇടക്കിടയ്ക്ക് പ്രഷറുണ്ട്. ആയിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആ ഗ്യാരണ്ടി ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഹസ്ബൻഡ് റിലാക്ഷൻ കൊടുക്കാൻ, ഒരു റിട്ടയർമെൻറ്റ് ലൈഫ്, എൻജോയ്മെൻറ്റ് ലൈഫ് കൊടുക്കാൻ. 1,00,000 രൂപ വരുമാനം നിങ്ങൾ അക്കൗണ്ടിൽ മാസം വരുമ്പോൾ അദ്ദേഹം ഹസ്ബൻഡ് കൂടെ നിൽക്കും കട്ടക്ക്. അല്ല, ഇന്ന് 1,00,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന ഹസ്ബൻഡൊക്കെ കുറവാണ് നാട്ടിൽ. 50,000 ഇല്ല. നാടൻ പണിക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ രാവിലെ പണിക്ക് പോകാനും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും, പണിയില്ല പറയും. സാധനം വന്നിട്ടില്ല, ഇന്ന് സാധനമില്ല, അവിടെ പണിയില്ല, മഴയാണ്, പണിയെടുക്കാൻ പറ്റിയിട്ടില്ല. അല്ലേ, 30 ദിവസം പണിയെടുക്കാൻ പറ്റില്ല. 25 ദിവസം പണിയെടുക്കുന്ന ആൾക്കാരുണ്ടോ? ഇല്ല. അതിൻ്റെ ഇടയിൽ കുടുംബത്തിലൊരു മരണം വരും, ഒരു കല്യാണം വരും, സഞ്ചയനം വരും, ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു 20 ദിവസം കൂടുതൽ പണിക്ക് പോകാൻ പറ്റുന്ന തോന്നേ. സാധാരണ സാറ് ഹലോ, പറയൂ. സാറിന് എത്ര ഇൻകം വന്നെന്ന് പറയാമോ? ഇല്ല, അത് ഞാൻ ഒരിക്കലും പറയത്തില്ല. അറിയില്ല. ഇല്ല, അല്ല, നമുക്ക് ആരോടൊന്ന് പറഞ്ഞു കൊടുക്കാനായിരിക്കും എന്റെ താഴെയുള്ള ആരോടെങ്കിലും പറഞ്ഞുതരാം. ആ എന്റെ ഇൻകം കണ്ടിട്ട് ഇക്ക വർക്ക് ചെയ്യാൻ പാടില്ല. എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഞാൻ ആർക്കും വരുമാനം വാങ്ങിച്ചു കൊടുത്തിട്ട് നോക്കുക. ഓ അല്ല, എന്റെ ഇൻകം വാങ്ങിക്കുമ്പോൾ എനിക്ക് 5 ലക്ഷം രൂപ ഇൻകം ഉണ്ടെന്ന് ഇക്കെന്നെ ചിന്തിക്കുക. എന്നെ കൊണ്ട് സാധനം വാങ്ങിച്ചാൽ 5 ലക്ഷം വരുമാനം വാങ്ങിക്കുന്നവരെ. അല്ല, അവൻ കൊണ്ടുവന്ന വ്യക്തിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ അത് നോക്കിയാൽ മതി.
ആ കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് എന്ന് പറഞ്ഞ് കിട്ടിയാലും മതി, നമുക്ക് ആരോടും ഒരു സൂചിപ്പിക്കാനേ. ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളുടെ ടീമിൽ തന്നെ എപ്പോഴും കാണുന്നില്ല, ഭീമാമ്മയുടെ 50,000 മേലെ വരുമാനം 4-5 മാസമായി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഉം. അവരുടെ താഴെ 20,000 25,000 വരുമാനം വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളുടെ മീറ്റിങ്ങിൽ പോലും കാണാത്ത വ്യക്തി 25,000 വരുമാനമുണ്ട്. ആ മലേഷ്യയിലും സൗദി അറേബ്യയിലുള്ള ആൾക്കാർ. എപ്പോഴും നമ്മൾ ഉം. ശ്രദ്ധിക്കേണ്ട കാര്യം, ലീഡർമാരുടെ വരുമാനം കണ്ടിട്ട് ആരും എവിടെയും പോയി വീഴാതിരിക്കുക. ഇന്ന് പല ചേച്ചിമാരും നമ്മൾ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടോ, അവരുടെ ലീഡർമാരുടെ വരുമാനം 1 ഡേ ഇൻകം 50,000, 1 ഡേ ഇൻകം 24,000. ഇത് കണ്ടിട്ട് വീഴുന്ന ആൾക്കാർ, അത് അവരുതല്ല, അവരുടെ ലീഡർമാരുടെ വരുമാനം. ഉം. നമ്മളുടെ കൂടെ വന്നിരിക്കണം, നമ്മൾ താഴെ ജോയിൻ ചെയ്ത, ഇന്നലെ ജോയിൻ ചെയ്ത വ്യക്തിയുടെ വരുമാനം 500 500 കാണിച്ചു കൊടുക്കുക. എൻ്റെ കൂടെ കഴിഞ്ഞ മാസം ജോയിൻ ചെയ്ത വ്യക്തിയാണ്, 500 വരുമാനം. ഈ മാസം ജോയിൻ ചെയ്ത വ്യക്തിയാണ്, അടുത്ത മാസം 10-ാം തീയതി ഇക്കയുടെ വരുമാനം എന്താണ് അത് കാണിക്കുക, അത് ചങ്ങായിമാരെ കാണിക്കുക. കാണിക്കണം. അല്ലെങ്കിൽ ഉം. അവർക്ക് 10 ലക്ഷം രൂപ കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നില്ല. അല്ല, എൻ്റെ വരുമാനം 10 ലക്ഷം രൂപയാണ്, 5 ലക്ഷം രൂപയാണ്, 1 ലക്ഷം രൂപയാണ്. അത് ചങ്ങായിമാരോട് പറഞ്ഞാൽ അവർക്ക് അതൊക്കെ ലീഡർമാർക്ക് പൈസ കിട്ടും. കരീംക്ക, നിങ്ങൾ അതും വിശ്വസിച്ച് അതിൽ പോകണ്ടെന്നേ പറയത്തുള്ളൂ. നിങ്ങൾക്ക് എന്താ കിട്ടിയേ? ഞാൻ കഴിഞ്ഞ മാസം വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് 432 രൂപ കിട്ടി. 750 ഫ്രീ പ്രൊഡക്റ്റ് ഇപ്പം കിട്ടി. കഴിഞ്ഞ മാസം സാധനം വാങ്ങിക്കുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? ഇതാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ആ ഏതെങ്കിലും അതെ. കമ്പനി ലീഡർമാരുടെ വരുമാനം കണ്ടിച്ച് നിങ്ങൾ വിളിക്കുന്നവർ പോവാതിരിക്കുക. കാരണം ലീഡർമാർക്ക് പൈസ കിട്ടും, ആ. നിങ്ങൾക്ക് സാധനം വാങ്ങിപ്പിച്ചാൽ പൈസ കിട്ടും. ഉം. പിന്നെ ഇക്കൊക്കെ അറിയാലോ, ഗൾഫിൽ നിന്ന് നിൽക്കുകയല്ലേ, ദുബായിൽ ഫാമിലിയോടൊപ്പം നിൽക്കണമെങ്കിൽ, വേറെ ജോലിക്ക് പോകാതെ നിൽക്കണമെങ്കിൽ 5,000 രൂപക്കൊന്നും ദുബായിൽ നിൽക്കാൻ പറ്റും. ഇക്കൊക്കെ അറിയാലോ, കറണ്ടിന്റെ പൈസ 40,000 അതെ. രൂപ വരുന്നുണ്ട്. അത് വേണം വേണം. ഉം. ഓക്കെ, എൻ്റെ ജനുവരി മാസം എൻ്റെ റൂം റിന്യൂവലാണ്. 6.5 ലക്ഷം രൂപയാണ് റൂമിന്റെ വാടക ഒരു വർഷത്തെ. ഉം. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. നമ്മൾ ഒരിക്കലും നമ്മളെ വരുമാനം നോക്കാതിരിക്കുക. എന്തെങ്കിലും എൻ്റെ നാളെ 50,000 വരുമാനം വാങ്ങിക്കുന്ന 2 പേരുണ്ട്, 25,000 വരുമാനം വാങ്ങിക്കുന്ന 5-6 പേരുണ്ട്. അതിനെക്കാട്ടി കുറച്ച് വരുമാനം എനിക്ക് എന്തുണ്ടാവില്ല. അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. എൻ്റെ വരുമാനം ഞാൻ സാർ കാണിച്ചു ഗുഡ് മോർണിംഗ്. തരും. 5 ലക്ഷം രൂപയാകുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നു. ഉം. സാർ ഗുഡ് മോർണിംഗ് സാർ. സോറി, ഞാൻ ഒരു ഫ്രണ്ടിന് ഞാൻ കൊടുത്തായിരുന്നു, എൻ്റെ കൂടെ സർവീസ് ചെയ്യുന്ന ആളാണ്. അവന് ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് അവൻ 1-2 മീറ്റിംഗ് കയറിയപ്പോഴും എന്നോട് ചോദിച്ചിടാ നിനക്ക് എന്തോ കിട്ടുന്നു. ഞാൻ പറഞ്ഞു നീ എൻ്റെ വരുമാനം നോക്കി നീ വരണ്ട, നിനക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്. അപ്പം അവൻ പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവന് കുറെ വരെ രണ്ടുപേരൊക്കെ പറഞ്ഞ് പിന്നെ എനിക്ക് എന്തെങ്കിലും കിട്ടും നോക്കട്ടെടാ, എന്നിട്ട് നിന്നോട് പറയാം, എന്നിട്ട് നീ ചേർന്നാൽ മതി എന്ന്. ഈ ഒരു സിസ്റ്റം ആകരുത്. നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേ നമ്മുടെ കാര്യം ഒരിക്കലും പറയാൻ പാടില്ല. ഓക്കെ സാർ. അതന്നെ, നമ്മുടെ വരുമാനം കണ്ടിട്ടാണ് വരുന്നെങ്കിൽ വരാതിരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് തുടക്കക്കാരൻ എനിക്ക് പോകാൻ കാണിച്ചു കൊടുക്കുക, ഞാൻ ഇത്ര രൂപയുടെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്, ഈ വരുമാനം കിട്ടി. ആ ചെറിയ വരുമാനം, ചിലപ്പോൾ ചെറിയ വരുമാനം കാണുമ്പോൾ അവർ വരത്തില്ലെന്ന് തോന്നണ്ട. ഞാൻ ഇത്ര രൂപയുടെ സാധനം വാങ്ങിച്ചിട്ടുള്ളൂ, അതിൻ്റെ ചെറിയ വരുമാനം എനിക്ക് കമ്പനി തന്നിട്ടുണ്ട്, ഞാൻ എന്താണോ ചെയ്തത് അതിൻ്റെ വരുമാനം തന്നിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ വലിയ ബിസിനസ് തുടങ്ങിയില്ല, തുടക്കക്കാരാണ്, എനിക്ക് ചെറിയ വരുമാനം വരുന്നുണ്ട്, അത് കമ്പനി കറക്റ്റായി തരുന്നുണ്ട്. 10-ാം അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം. പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച എല്ലാവർക്കും അറിയാം, വരുമാനം കമ്പനി കറക്റ്റായി 10-ാം തീയതി തരുന്നുണ്ട്. അക്കൗണ്ട് നമ്പർ കൊടുത്ത് അക്കൗണ്ടിലേക്ക് വരും. ഓക്കെ, 15 മിനിറ്റ് അധികമായി പോയി. എല്ലാവരും കണ്ടിന്യൂ വർക്ക് ചെയ്യട്ടോ. ഓക്കെ, ആരെങ്കിലും വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിന് പോകുന്നുണ്ടോ? 2-ാം തീയതി ഡിസംബർ 2 മലപ്പുറത്തെ പ്രോഗ്രാമിന് പോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ മാക്സിമം ടിക്കറ്റ് എടുത്ത് പോകട്ടോ. അത് കഴിഞ്ഞാൽ ഡിസംബർ 2 എനിക്ക് പോകാൻ പറ്റില്ല സാറേ, ഈ ജോലിന്ന് ലീവ് കിട്ടൂല. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ എറണാകുളത്ത് ഇനി വരും. എറണാകുളത്ത് 2-3 വലിയ പരിപാടി വരുന്നുണ്ട്. ഇക്കേൻ്റെ കാര്യത്തിൽ ഇക്കേൻ്റെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കാര്യം, ഫെബ്രുവരി മാസം 5, 6, 7, ഫെബ്രുവരി 5, 6, 7 ഇപ്പൊ തന്നെ കലണ്ടർ നോക്കി വെച്ചോ. ആ 3 ദിവസം എറണാകുളത്ത് വലിയൊരു പ്രോഗ്രാം വരുന്നുണ്ട്. 3 ദിവസത്തെ പ്രോഗ്രാമാണ്. 3 ദിവസം. ആ 3 ദിവസത്തെ പ്രോഗ്രാം രാവിലെ 9 മുതൽ രാത്രി 9 വരെ ഉണ്ടാവും. അവിടെ ഇക്ക മാത്രമല്ല പങ്കെടുക്കേണ്ട, ഇക്കൻ്റെ ടീമിലുള്ള ഇക്കൻ്റെ ചങ്ങായിമാരെ മുഴുവൻ പങ്കെടുപ്പിക്കാൻ പറ്റുമോ? കുറച്ച് ചെലവുണ്ട്, നല്ല ചെലവ് വരുന്ന പ്രോഗ്രാമാണ്. അപ്പോഴേക്കും ഈ ബിസിനസ്സിന് കുറച്ച് ടീം സെറ്റാക്കി കഴിഞ്ഞാൽ എത്ര പേര് അവിടെ പങ്കെടുപ്പിക്കാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തെ ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും നമ്മുടെ വരുമാനം 1 ലക്ഷം രൂപയാക്കാൻ പറ്റും. ആ പ്രോഗ്രാമിൽ നമുക്ക് കുറേ ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റും. കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ അവിടെ പ്രോഗ്രാം പങ്കെടുത്ത വ്യക്തിയാണ്, നേരിട്ട് അനുഭവപ്പെടുന്ന വ്യക്തിയാണ്. ആ പ്രോഗ്രാം എന്ന് വെച്ചാൽ ലൈഫ് മാറ്റിയെടുക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. FRU, ഫാമിലി റീയൂണിയൻ
കേരളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്, ഇതുവരെ വന്നിട്ടില്ല. ഒരുപാട് വർഷങ്ങളായിട്ട് കേരളത്തിൽ ലീഡർമാർ ആഗ്രഹിച്ചതാണ്, അത് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. തമിഴ്നാടും കർണാടകവും കേരളവും ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, അത് കേരളത്തിൽ കിട്ടി. നമ്മുടെ ഭാഗ്യമാണ് തമിഴ്നാടുകാർക്ക് കേരളത്തിൽ വരണം, കർണാടകക്കാർക്കും കേരളത്തിൽ വരണം ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യെങ്കിൽ. നമുക്ക് നമ്മുടെ നാട്ടിലാണ് കിട്ടിയിരിക്കുന്നത്, എറണാകുളത്താണ് പ്രോഗ്രാം. ഉം. അപ്പോൾ കണ്ണൂരുകാരൻ പറയും എറണാകുളം ദൂരല്ലേ എന്ന് പറയും. എറണാകുളം ദൂരമല്ല, ഹൈദരാബാദൊക്കെ പോയിട്ടാണ് നമ്മളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്, ഡൽഹിയിലൊക്കെ പോയിട്ടാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ. ഗുജറാത്തിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ സൂറത്തിലേക്ക് പോയിട്ടുണ്ട്. സൂറത്തിലേക്ക് പ്രോഗ്രാം ഈ സെയിം പ്രോഗ്രാം കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലും സൂറത്തിലും പോയി അറ്റൻഡ് ചെയ്യും, ഹൈദരാബാദിലും പോയി അറ്റൻഡ് ചെയ്യും, ഡൽഹിയിലും പോയി ഉണ്ട്. അറ്റൻഡ് ചെയ്യും. 4 സ്ഥലത്തും പോയി അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഉം. എന്താ ചെയ്യുന്നതറിയോ? നിങ്ങൾക്ക് നല്ലൊരു, ഇപ്പൊ രാജചേട്ടന് ഹിന്ദി അറിയാം, ഹിന്ദി അറിയുന്ന ആൾക്കാർ ഹൈദരാബാദിലോ സൂറത്തിലോ പോകാൻ പറ്റുമെങ്കിൽ ഒരു 2 ആളെയും കൊണ്ട്, ഇപ്പൊ രാജചേട്ടന് ഹൈദരാബാദ് ടീമുണ്ട്, രാജചേട്ടന്റെ മനസ്സിലുണ്ടാവുന്നത് ഹൈദരാബാദ് FRE വരാൻ പോവാണ്, ആ FREയിൽ അവിടുത്തെ ഒരു 6 പേരെങ്കിലും ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. പറ്റുവാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ആരെയും കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അവരെയും കൊണ്ടുപോകും. ഒരാളെങ്കിലും ഹൈദരാബാദിൽ എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, സൂറത്തിൽ എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അവര് തിരിച്ച് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ FREയിൽ 5 പേരെ കൊണ്ടുവരും. അതാണ് ബിസിനസ്. ഒരു വർഷത്തിൽ 4-5 FRE ഉണ്ടെങ്കിൽ ആ FRE എല്ലാം പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ, അവിടെ ആരെങ്കിലും കൊണ്ടുപോകാൻ സാധിച്ചാൽ ആ പോയ വ്യക്തി, കൂടെ വന്ന വ്യക്തി അടുത്ത FRE അധികം ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. പ്രോഗ്രാം ഒന്നും മിസ്സാക്കാതിരിക്കുക. ലേഡീസ് ആകുമ്പോൾ വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടത്തില്ല, നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരും അതിന് പോകാൻ നിൽക്കണം. എൻ്റെ ഏറ്റവും വലിയ ചലഞ്ചസ് മുന്നേ ഉണ്ടായിരുന്നത്, 2 വർഷം മുന്നേ എൻ്റെ ബിസിനസ് ഉണ്ടായ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ലേഡീസ് ആയിരുന്നു, ജെൻസ് വളരെ കുറവായിരുന്നു. 1-2 ജെൻസേ ഉള്ളൂ, അവരാണെങ്കിൽ ഒന്നും ചെയ്യത്തുമില്ല. അങ്ങനെയായിരുന്നു, ഫുൾ ലേഡീസ് ആണ്. ഇവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ലിമിറ്റിനകത്ത് വെച്ചിട്ട് ഞാൻ ബിൽഡ് ചെയ്ത് ഇന്ന് അതിനേക്കാളും കൂടുതൽ ജെൻസ് ഉണ്ട് ഇപ്പം നാട്ടിൽ. ഇപ്പം എനിക്ക് നല്ല ധൈര്യമായി, കാരണം ഇവരായിട്ട് സംസാരിക്കാനും ഇവരോട് പോകാനും വരാനും പ്ലാൻ കൊടുക്കാനും പ്രസന്റേഷൻ ചെയ്യാനും അവരെ കൂടെ എനിക്കും പ്രോഗ്രാമിൽ പങ്കെടുക്കാനും എല്ലാം എളുപ്പമാണ്. അപ്പോൾ ലേഡീസുമായി ജെൻസുമായി കംഫർട്ടായി, നല്ല വർക്ക് ചെയ്യാൻ എളുപ്പമായി. കാരണം ലേഡീസിന് അവരുടെ വീട്ടിൽ നിന്ന് പെർമിഷൻ വേണം ഒരു പ്രോഗ്രാം പങ്കെടുക്കണം, പോയി ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ പറ്റുന്ന ലേഡീസൊക്കെ പുറത്തൊക്കെ പോകാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്യുക, അതിന് പെർമിഷൻ വാങ്ങിക്കുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് നമ്മുടെ ഉള്ളിൽ വിശ്വാസം വന്നാൽ മാത്രമേ അത് നമുക്ക് പെർമിഷൻ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ രാജേഷ് ചേട്ടാ, അതുകൊണ്ടോ ഓക്കെ, ഓക്കെ. എല്ലാവരും മ്യൂട്ടാക്കി ഒന്നും പറയാണ്ട് പറയൂ. ഹലോ സാർ, ആഴ്ച ആയിട്ടുള്ളൂ ലൈറ്റ് എടുത്തിട്ട്. ആ എന്താ സംശയം ഇതിനെ പറയും. പറ്റിയിട്ട് വലിയ കാര്യങ്ങളൊന്നും ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. റബീന ആരോ ടീമിലാ വരുവാ? ഏ ആരോ ടീമിലാ? ആരോ കൂടെ ജോയിൻ ഭീമ ചെയ്ത്? ഭീമ ഭീമ ഒന്നും നോക്കണ്ട, എല്ലാ ദിവസവും ഭീമയായിട്ട് സംസാരിച്ചാൽ ബാക്കിയെല്ലാം അവർ പറഞ്ഞു തരും കേട്ടോ. എല്ലാ ദിവസവും ഭീമയായിട്ട് സംസാരിക്കുക, ഓക്കെ. എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കുക, കുറെ കേട്ടോണ്ടിരിക്കുമ്പോൾ റബീനക്ക് മനസ്സിലായിക്കോളും കേട്ടോ. ഭീമ നല്ല വരുമാനം വാങ്ങിക്കുന്ന ആളാണ്, എല്ലാ ദിവസവും സംസാരിച്ചാൽ മതി, ഡെയിലി സംസാരിക്കാൻ സമയം കണ്ടെത്തുക. ഭീമ അങ്ങോട്ട് വിളിക്കാൻ ആക്കരുത്, നിങ്ങൾ അങ്ങോട്ട് വിളിക്കണം കേട്ടോ. റബീനന്റെ മനസ്സിലുണ്ടാവേണ്ടത് ഭീമക്ക് ഒരുപാട് ടീമുണ്ട്, അതിൽ എന്നും ഭീമേനെ വിളിക്കുന്ന ആൾ ലീഡർ ഞാനായി മാറണം, എപ്പോഴും ഭീമയോട് സംസാരിക്കണം. അപ്പൊ എപ്പോഴും സംസാരിക്കുമ്പോൾ ഭീമക്ക് തോന്നും റബീന നന്നായി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്, അപ്പൊ അവരുടെ സപ്പോർട്ട് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. ആരാണോ നിങ്ങൾ ലീഡർമാർ അവരെ വിളിച്ചുകൊണ്ടിരിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരെ സപ്പോർട്ട് വാങ്ങിക്കുക. മിക്ക ആൾക്കാരും നമ്മുടെ മെസ്സേജസിനെ കാത്തിക്കുന്ന ആൾക്കാർ, നമ്മുടെ മെസ്സേജിനല്ല, നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് കൂടും. വരുമാനം കൂടണമെങ്കിൽ നമ്മൾ അവരെ സംസാരിക്കുക, പഠിക്കുക, ഒരു ലെഗിൽ മാത്രം നിൽക്കാതെ 2-3 ടീമിനെ ഉണ്ടാക്കിയെടുക്കുക. ഒരു ലെഗിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പം ബിസിനസ് സ്റ്റോപ്പ് ചെയ്യും, എല്ലാ ആൾക്കാരും സ്റ്റോപ്പ് ചെയ്യും. ഒരൊറ്റ ടീം മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങളെ ചിലപ്പോൾ അപ്ലൈൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, അദ്ദേഹം ചിലപ്പോൾ ഒരു ജോയിനിങ് ആക്കി തന്നിട്ടുണ്ടാവും, ആ ജോയിനിങ്ങിൽ അദ്ദേഹം വർക്ക് ചെയ്ത് ടീം ആക്കി തന്നിട്ടുണ്ടാവും, അതിൽ വന്ന വോളിയത്തിൽ കുറച്ച് ഇൻകം കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം താഴെയുള്ള വ്യക്തി വരുമാനം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ നിർത്തിപ്പോവും. ദയവ് ചെയ്ത് തിരിച്ചറിയാൻ ശ്രമിക്കുക. പല ആൾക്കാരും അപ്ലൈൻ ഒരാളെ ജോയിൻ ആക്കി തന്നിട്ടുണ്ടാവും, നിങ്ങൾ ഒരു കാര്യത്തിനും സപ്പോർട്ട് ഉണ്ടാവത്തില്ല, വെറുതെ അവിടെ നോക്കിയിരിക്കും. താഴെ ടീമിൽ വോളിയം വരുന്ന കാണുമ്പോൾ അതിനകത്ത് ചില്ലറ പൈസ കിട്ടും, അത് നോക്കിയിരിക്കും. കുറച്ച് കഴിയുമ്പം അത് കിട്ടത്തില്ല, നമ്മൾ ഔട്ടായി പോകും. അങ്ങനെ ആവല്ലേ. അപ്ലൈൻ്റെ സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ടീം അവിടെ വളർന്നു പോകുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ടീം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ടീം നമ്മൾ ഉണ്ടാക്കാൻ വർക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ അങ്ങനെയാണ്, അപ്ലൈൻ്റെ തണലിൽ നിൽക്കുകയാണ്,
അപ്ലൈ ചെയ്യുന്ന വർക്കിൽ പരാതി മാത്രം ഉണ്ടാവുള്ളൂ. ചെയ്തു തരുന്ന സപ്പോർട്ടിനെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഏതെങ്കിലും അപ്ലൈ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമായിട്ട് കാണണം കേട്ടോ. ഓക്കെ. ഒരു ജോയിനിങ് ആക്കി തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു അനുഗ്രഹമായിട്ട് കാണണം. അതിന് നിങ്ങളെ കൊണ്ട് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കും. ഇന്ന് പല ആൾക്കാരും ഞാൻ മനസ്സിലാക്കിയത് അപ്ലൈ സഹായിക്കുന്നുണ്ടാവും, അതിൽ കുറ്റം മാത്രമേ ഉണ്ടാവും. എനിക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് മാത്രമേ പറയത്തുള്ളൂ, വേറെ ഒന്നും പറയും. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള വിഷമം ആർക്കും ഉണ്ടാവില്ല. അവിടെ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് മാത്രമേ പറയത്തുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആരെങ്കിലും അങ്ങനെ ഇതിൻ്റെ ഉണ്ടോ? ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ എന്തെങ്കിലും അങ്ങനെയല്ല കേട്ടോ. ഏതെങ്കിലും ഒരു അപ്ലൈ നിങ്ങളെ വിജയിപ്പിച്ചിടാൻ ഒരു 2-3 ജോയിനിങ് നിങ്ങൾക്ക് താഴെ ആക്കി തന്നിട്ടുണ്ടെങ്കിൽ അവിടെ അദ്ദേഹം വർക്ക് ചെയ്യുന്നില്ല, നിങ്ങളുടെ സപ്പോർട്ട് അവിടെ കൊടുക്കൂ. എന്നാലേ അദ്ദേഹത്തെ നിങ്ങൾ വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. കൂടുതൽ ബിസിനസ് വിശ്വസിക്കാതെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ പറ്റുന്നില്ല. നിങ്ങളെ വിജയിപ്പിച്ചാലാണ് അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ റെഡി അല്ലെങ്കിൽ നിങ്ങൾ താഴെ പോയി വർക്ക് ചെയ്യും, അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കും. നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കണം. വല്ലപ്പോഴും കൂടി ഒരു മെസ്സേജ് അയച്ചിട്ട് വലിയ പരാതി ബോക്സ് മാത്രമായിട്ട് നിങ്ങൾ പരാതി ബോക്സ് സ്ഥിരമായിട്ട് പരാതി പറഞ്ഞെങ്കിൽ നിങ്ങളെ മെസ്സേജ് നോക്കത്തില്ല, അപ്ലേ വായിക്കത്തില്ല. ക്ലിയർ ആണല്ലോ. ഞാൻ ചില ആൾക്കാർ വോയിസ് മെസ്സേജ് ഫുള്ള് കേൾക്കത്തില്ല. ഒരു 2 മിനിറ്റ് കേട്ടപാട് ഞാൻ ആൾക്ക് ബാക്കിയെല്ലാം പറഞ്ഞു കൊടുക്കുക. ബാക്കി ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പല ആൾക്കാരുണ്ട്. ഞാൻ ആ വോയിസ് മെസ്സേജ് മുഴുവൻ കേൾക്കത്തില്ല പറയുന്ന ആൾക്കാർ. കാരണം ഫുള്ള് നെഗറ്റീവായി. ഒന്നും ചെയ്യുമോ ഒന്നും ചെയ്യത്തില്ല, വെറും നെഗറ്റീവ് മാത്രം. നിങ്ങൾ അപ്ലൈന് നിങ്ങളെ വോയിസ് മെസ്സേജ്, നിങ്ങളെ മെസ്സേജ് വായിക്കാനും കേൾക്കാനുള്ള ആ ഒരു മനസ്സുണ്ടാക്കി കൊടുക്കണം. കാരണം നിങ്ങൾ വളരാനും ഉയരാനും വരുമാനം വാങ്ങിക്കാനാണ് നിങ്ങൾ ഈ മെസ്സേജ് അയക്കേണ്ടത്. അല്ലാതെ കുക്കിംഗ് ഓയിൽ തീർന്നു പോയി, പേസ്റ്റ് തീർന്നു പോയി, കൊറിയർ ലേറ്റായി, ഈ പരാതിയല്ല. എനിക്ക് കഴിഞ്ഞ മാസം 100 കിട്ടിയിട്ട് 200 കിട്ടിയിട്ടില്ല, എൻ്റെ താഴെ വന്ന വ്യക്തിക്ക് വരുമാനം കൂടി, ഈ പരാതിയല്ല പോകേണ്ടത്. എനിക്ക് കുറച്ച് ബിസി ആയി ചെയ്യാൻ പറ്റില്ല, ഞാൻ ഈ മാസം കുറച്ച് കൂടുതൽ ടൈം ഉണ്ടാവും മാഡത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ സാറിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും, എന്താ ചെയ്യേണ്ടത്, ഈ രീതിയിലുള്ള മെസ്സേജ് കൊടുക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ അവർ നെഗറ്റീവുകൾ മാത്രം ഷെയർ ചെയ്യാനൊരു അപ്ലൈന് മെസ്സേജ് അയക്കാതിരിക്കുക. നിങ്ങളെ മെസ്സേജ് നോക്കില്ല അപ്ലൈ. ഞാൻ റബീനോടല്ല കേട്ടോ, ഞാൻ മൊത്തത്തിൽ എല്ലാവരോടും പറഞ്ഞ റബീനെ ചെയ്യുന്നത് ഭീമെ എല്ലാ ദിവസവും അങ്ങോട്ട് വിളിക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടീം സെറ്റാക്കി തരാൻ ഭീമ റെഡിയായി. ആരാണോ കൂടെ നിൽക്കുന്നത് അവരുടെ ടീം ഡെവലപ്പ് ചെയ്യും. ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ച് കൊടുക്കാൻ, വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ച ഭീമയാണ്. ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് താഴെ ജോയിനിങ് ആക്കി കൊടുത്തിട്ട് പോലും അത് കണ്ടിട്ട് തിരിച്ചറിയാതെ ആൾക്കാർ കറങ്ങി തിരിഞ്ഞ് നടന്ന് എവിടെ നിന്നും കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് 10-ാം തീയതി ആകുമ്പോൾ ബോണസ് ഇന്ന് വരുമോ അല്ലെങ്കിൽ നാളെയാണോ വരുക? ഇല്ല, ഇന്ന് വന്നിട്ട് നാളെ വരും അക്കൗണ്ട് കഴിഞ്ഞാൽ നാളെ അക്കൗണ്ട് വന്ന പിന്നെ തിരിച്ചു വിളിക്കത്തില്ല, വന്ന കാര്യം പറയത്തില്ല. ബോണസ് വന്നിട്ടില്ലെങ്കിൽ മാത്രം വിളിക്കുന്ന ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. 2 മാസത്തിൽ മെസ്സേജ് അയക്കത്തില്ല. 10-ാം തീയതി ആകുമ്പോൾ ബോണസ് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എന്തെങ്കിലും ബോണസ് നമ്മളാക്കി കൊടുത്താൽ പോലും അത് വന്നിട്ടില്ലെങ്കിൽ വിളിക്കും, അല്ലെങ്കിൽ വിളിക്കത്തില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ, നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിരിക്കുമല്ലോ. എനിക്ക് ഇഷ്ടം വരെയുണ്ട്. ഞാനിപ്പോൾ അവർക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കത്തില്ല. അപ്ലൈൻ വർക്ക് ചെയ്ത് ബോണസ് വാങ്ങിച്ചു കൊടുത്തു, ആ ബോണസ് വന്നിട്ടില്ലെങ്കിൽ മാത്രം അപ്ലൈന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ തന്നെ 2-3 ആൾക്കാർ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാനിപ്പം തിരിച്ച് റിപ്ലൈ കൊടുക്കില്ല, എനിക്ക് താല്പര്യമില്ല. പണ്ടൊക്കെ ഞാൻ കൊടുക്കും, കാരണം അവർ വന്നു കഴിഞ്ഞാൽ ബിസിനസ് വളർത്തിക്കൊണ്ടുപോകാന്ന് വെച്ചാൽ അവരെ കൊണ്ട് ഒരു വരുമാനം ടീം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. പക്ഷേ അവർക്ക് അതിൻ്റെ ലക്ഷ്യം, അവർ വേറെ എല്ലാ കാര്യത്തിലും ബിസിയാണ്, ഫുൾ ബിസിയാണ്, എല്ലാത്തിനും ബിസിയാണ്. ഇതാണെങ്കിൽ കളയത്തുമില്ല. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം പല ആൾക്കാർ ക്ലിയർ ആണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലേ? നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡൗൺലൈൻസ് ഉണ്ടാവും. നമ്മൾ ഫോക്കസ് ചെയ്യുക, നമ്മളെ ബിസിനസ് ഫോക്കസ് ചെയ്യുക. ബിസിനസ് നമ്മളെ ബിസിനസ്സാണ്. ആരില്ലെങ്കിലും പുതിയ വ്യക്തികളെ കണ്ടെത്തുക, വന്നിരിക്കുന്ന ആൾക്കാർ ഓക്കെ ഇല്ലെങ്കിൽ പുതിയ ആൾക്കാരെ കണ്ടെത്തുക. എന്ന് വെച്ചാൽ അവരെ കളയാനല്ല, അവരവിടെ വയ്ക്കുക, അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ആ ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ശ്രീജ ശ്രീധരൻ എൻ്റെ ഒരു ടീമാണ്. നേരിട്ടല്ല എങ്കിലും എൻ്റെ ഒരു ടീമിൻ്റെ താഴെയാണ് ശ്രീജ ഉള്ളത്. പക്ഷെ ആ ടീമില്ല, അവരില്ല, അവർ നിർത്തിപ്പോയി. പക്ഷെ അതിൻ്റെ താഴെയാണ് ശ്രീജ ഉള്ളത്. ഇപ്പം എൻ്റെ നേരിട്ട് ഞാൻ ശ്രീജയായിട്ട് കമ്മ്യൂണിക്കേഷൻ, ആ ടീമിലെ ഞാൻ ഫോക്കസ് ചെയ്യും. മേലുള്ളവർ നിർത്തിപ്പോയി. മേലുള്ളവർ ഏകദേശം ഒരു 9 മാസമായി ഒരു ജോലി ഇല്ലാതെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഞാൻ കാണും താഴെ, എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയെങ്കിൽ ശരിയാക്കി തരണേ. 8 മാസമായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ഒരു ഇൻ്റർവ്യൂവിൽ പോയിട്ടും ഒരു ഇൻ്റർവ്യൂവിൽ അവർ എടുക്കുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ജോലി അന്വേഷിച്ചത്? നിങ്ങളുടെ താഴെ വലിയൊരു ടീമുണ്ട്, അതിലൂടെ വരുമാനം വാങ്ങിക്കാൻ പറ്റും. അതിന് ഞാൻ സാധനം വാങ്ങിക്കണ്ടേ? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, അതിന് ഞാൻ സാധനം വാങ്ങിക്കണ്ടേ? ഈ 8 മാസവും അവർ കുളിച്ചിട്ടുമില്ല, പല്ലി തേച്ചിട്ടുമില്ല, ഒന്നും വാങ്ങിച്ചില്ല. 8 മാസം വെച്ച് എന്നോട് പറയാം ജോലി ആയിട്ടില്ല, ജോലി ആയിട്ടില്ല, ജോലി ആയിട്ടില്ല, ജോലി ആയിട്ടില്ല. ഇൻ്റർവ്യൂവിന് പോയിക്കൊണ്ടിരിക്കുക, വണ്ടിക്കൂലി കൊടുത്തുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോയിക്കൊണ്ടിരിക്കുക.
അതിന് താഴെ ശ്രീജേനെ പോലത്തെ വലിയൊരു ടീമുണ്ട്. അത് മൈൻഡ് ചെയ്യുന്നില്ല. സാധനം ഞാൻ വാങ്ങിക്കണ്ടേ, പറഞ്ഞുകൊണ്ടിരിക്കുക. ചിന്തിക്കുന്ന എന്താണെന്നറിയോ? അതാണ് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അവരെയാണ് ഇതിൽ ബിസിനസ് കൊണ്ടുവന്നത്. അവർ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അവിടെ ഞാൻ ടീമിൽ കുറച്ച് വോളിയം വന്നതുകൊണ്ട് അതിന് താഴെ കൊണ്ട് ശ്രീജനെ ജോയിൻ ചെയ്യിപ്പിച്ചു. ആ വോളിയം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ച് ശ്രീജനെ ജോയിൻ ചെയ്യിപ്പിച്ചു. ആ ടീമിൽ വളർത്തിക്കൊണ്ടുപോകും. ആരാണോ നിൽക്കുന്നത് അവരെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് പോട്ടെ. മനസ്സിലാക്കുക, ബിസിനസ്സിന് ശരിക്കും മനസ്സിലാക്കിയെടുക്കുക. 100% നമുക്കത് വിജയിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു അപ്ലൈൻ നിങ്ങളുടെ കൂടെ ഉണ്ടോ, അത് ദൈവം അനുഗ്രഹമായി തന്ന അത് കൂട്ടി അത് രണ്ടും കൈയും ചേർത്ത് സ്വീകരിക്കുക. പ്രാർത്ഥിക്കുക അവരെ കൂടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം നിങ്ങളെ വിജയിപ്പിച്ചാലും ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു 2-3 ജോയിനിങ് നിങ്ങളെ താഴെ ആക്കി തന്നിട്ടുണ്ടെങ്കിൽ കൂടെ നിന്ന് കൊടുക്കുക. വിജയിക്കാൻ സാധിക്കും. മാക്സിമം എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. സമയം പാഴാക്കാതിരിക്കുക. വെറും മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് മാത്രമാവാതെ ജോയിനിങ് ആക്കാൻ ശ്രമിക്കുക. ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ജോയിനിങ് മസ്റ്റായിട്ട് ആക്കട്ടോ. കുറേ ജോയിനിങ് ആക്കുമ്പം നല്ല കുറച്ച് ആൾക്കാർ കിട്ടും. അല്ല ഒരു 1-2 ജോയിനിങ് മാത്രമാണെങ്കിൽ അത് കുറച്ച് നിർത്തി പോകും. കണ്ടിന്യൂ ജോയിനിങ് മാസീവ് ജോയിനിങ്ങുമുള്ള ഗുണം അറിയോ? PV അവിടെ നിന്നെല്ലാം വന്നുകൊണ്ടിരിക്കും. പോയിന്റ് കയറി വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഓട്ടോമാറ്റിക് വരും. നമ്മൾ ഒരാളെ ജോയിൻ ചെയ്ത് ഒരാളുടെ PVക്ക് കാത്തിരിക്കുമ്പോഴാണ് ലേറ്റ് ആവുന്നത്. ഒരുപാട് ജോയിനിങ് നടത്തി പോയി കഴിഞ്ഞാൽ അവിടെ നിന്നെല്ലാം PV കയറും. പല ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ അത്? ജോയിനിങ് വരുമ്പോൾ PV വരുന്നത് അറിയത്തില്ല. ജോയിനിങ് ഇല്ലെങ്കിൽ PV എന്താ പറയുക, പശുവിനെ കറക്കുന്ന ആൾക്കാർ, പാലുള്ള ആൾക്കാരല്ലേ. ഒരു കറവ മുട്ടാനായ പശുവിന് പിന്നെ പിഴിഞ്ഞാലും പാല് വരത്തില്ല അല്ലേ, കഴിഞ്ഞു. അതുപോലെ ഒരു 5-6 ജോയിനിങ് ഉള്ളെങ്കിൽ ആ PV വന്നു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി കഴിഞ്ഞാൽ പിന്നെ PV ഇല്ല. പിന്നെ അത്രേ ഉള്ളൂ, 500 PV അവിടെ നിൽക്കും. ജോയിനിങ് കുറേ ജോയിനിങ് ആക്കി പോകുമ്പോൾ കൺസിസ്റ്റൻസിക്കാരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ വോളിയം വന്നോളൂ. ഓക്കെ, ഒരുപാട് സമയം 1/2 മണിക്കൂർ സെഷൻ ചെയ്യാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്ത് ഇപ്പോൾ 1.5 മണിക്കൂറായി. ഓക്കെ, താങ്ക് യു. ഞാൻ ഈ ദിവസം ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും മാസീവായിട്ട് ആക്ഷൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു സർ.